നിങ്ങളുടെ റിയൽ ലൈഫിലെ വില്ലൻ ആരായിരുന്നു? എൻ്റെ മദറായിരുന്നു. ഫാദർ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ഗുണ്ടകളെ വിട്ടുങ്ങാൻ എന്നെ എന്താ പറയുക തട്ടിയെടുത്ത് വളെടുത്തുനിന്ന് മാറ്റി കൊണ്ടുപോയിട്ട് വേറെ എവിടെയോ അടിച്ചിട്ട് എന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മകളോടും ഒരച്ഛനും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം പുള്ളി ചെയ്തിട്ടുണ്ട്. സംസാരിക്കാൻ വാക്കുകളാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പൊ നമുക്ക് ഓൾറെഡി ഒരാളോട് ഇഷ്ടമുണ്ട്, അപ്പൊ നമുക്ക് അയ്യോ നാളെ ഇനി ആരോട് അങ്ങനെ അതല്ല, അതിൽ ചോദിച്ചല്ലോ, ഞാനത് റിയലൈസ് ചെയ്തിട്ടില്ല. ഞാൻ ബൈസെക്ഷൽ ആണോ ലെസ്ബിയൻ ആണോ എന്നുള്ള സാധനം. അതുകൊണ്ടാണ് ലെസ്ബിയൻ ആണ്, അതെനിക്കറിയാം. ബട്ട് നമ്മള് ബൈസെക്ഷൽ ആണോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയൂല, റിയലൈസ് ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഒരാളോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ അയാൾ തന്നെയായിരിക്കും എനിക്ക്. ഇപ്പൊ അതിനേലും ഭംഗിയുള്ള ആരെങ്കിലും കണ്ടാലും എനിക്ക് ആ ഒരു ഭംഗി തോന്നില്ല. കുറച്ച് ലോയലാണ്. കുറച്ചല്ലാട്ടാ, നല്ല ലോയലാ. പാരന്റ്സ്, ഫാമിലി ഇത് ഉൾക്കൊണ്ട് ഒരു തിരിച്ചു വിളിക്കൽ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹങ്ങൾ ആഗ്രഹിക്കാലോ, പക്ഷെ അത് നടക്കൂല ഒരിക്കലും. അത് അതെ, അതായത് ഉപ്പക്ക് സ്നേഹമുണ്ട്. ദ തിങ് ഇസ് ദാറ്റ് എക്സ്പ്രസ് ചെയ്യൂല, അത് ഉള്ളിൽ വെക്കും. ഉള്ളിൽ വെച്ചിട്ട് സ്നേഹം ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ പുറത്ത് അത് പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനെ അല്ലല്ലോ. പാപ്പാടെ ഫേവറേറ്റ് കുട്ടിയായിരുന്നു. ഞാൻ ഫേവറേറ്റ് കുട്ടിയാണ്. നിങ്ങളുടെ കാര്യത്തിലേക്ക് അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടായിട്ടും എങ്ങനെ പിടിക്കപ്പെട്ടത്? എങ്ങനെ അത് എന്നെ നല്ല സ്ട്രിക്ട്ലി മോണിറ്ററിങ് ആയിരുന്നു. ഇപ്പൊ ഞങ്ങക്ക് രണ്ടുപേർക്കും മക്കളുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായിരുന്നു, ഞങ്ങൾ എതിലൂടെ ഒക്കെയാണ് വന്നത് എന്നൊക്കെ കംപ്ലീറ്റ് പറഞ്ഞ് മനസ്സിലാക്കും. അത് നമ്മളെന്തായാലും പറയണം. നമ്മളെന്തിലൂടെയൊക്കെയാ പോയത്, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നെല്ലാം നമ്മൾ മക്കളാണെങ്കിൽ നമ്മളത് ഷെയർ ചെയ്യണം. പെണ്ണുകാളിൽ നിന്ന് കൊടുക്കുമ്പോൾ എന്തായിരുന്നു ശരിക്കും? എന്റെ സമ്മതം അല്ലാണ്ടാണ് എന്നെ കണ്ടിട്ടുണ്ടോ? എന്നോട് നിൽക്കാൻ പറയൂ, അല്ലെങ്കിൽ അവിടെ വലിയ പ്രശ്നം ഉണ്ടാവും, എന്നെ മാനിപ്പുലേറ്റ് ചെയ്യും, ബ്ലാക്ക്മെയിൽ ചെയ്യും. അപ്പൊ ഞാൻ എന്തായാലും നടക്കാൻ പോകുന്നില്ല, ഞാൻ പോയി. ഒരാളാണായിരുന്നെങ്കിൽ എന്ത് സുഖായിരുന്നല്ലേ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ആണായിരുന്നെങ്കിൽ ആ ഒരു ടൈമിൽ കേട്ടോ. പക്ഷെ അതായത് ബൈ ബർത്ത് ആണായിരുന്നെങ്കിൽ എന്നുള്ളൊരു ആരെങ്കിലും ഒരാള്, അപ്പൊ എന്തൊരു എളുപ്പമായിരുന്നു, ഒരു പ്രശ്നമില്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നീയില്ലാതൊരു ലോകവുമില്ല, നീയില്ലാതൊരു ജീവിതവും, മാറ്റമില്ലാത്ത ഒന്ന് മാത്രം പ്രണയം. പ്രണയത്തെക്കുറിച്ച് പല പല വരികളും നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പല സന്ദർഭങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ കേരളത്തിന് അത്രത്തോളം പരിചിതമല്ലാത്ത അപരിചിതമായൊരു വാർത്തയും വിശേഷങ്ങളുമായിട്ട് കുറച്ച് നാൾ നമുക്ക് പരിചിതമായ രണ്ടുപേരുണ്ട്. അവരാണ് ഇന്ന് ജിഞ്ചർ മീഡിയയ്ക്കൊപ്പം കൂടെ ചേരുന്നത്. നൂറ ആൻഡ് ആദില. നമസ്കാരം. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി 3rd anniversary to both of you. പറയൂ, എങ്ങനെയുണ്ട് 3rd anniversary സെലിബ്രേഷൻ? ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. 3 വർഷം കഴിഞ്ഞു, അത് പെട്ടെന്നായിരുന്നു കേട്ടോ. ആനിവേഴ്സറി നമ്മൾ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. ആണ് ഒരു വർഷം ആയിട്ടുള്ള അതോ പെട്ടെന്ന് 3 വർഷം? ഈ ഒരു ആനിവേഴ്സറി ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതെ അതെ അതെ. വെറുതെ ഇങ്ങനെ ഓർക്കും, നമ്മൾ സംസാരിക്കും എന്തായിരുന്നല്ലേ എന്നുള്ളൊരിത്. പക്ഷെ ഇപ്രാവശ്യമാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വെച്ചത്. ശരിക്കും നമ്മൾ ഈ ഒരുമിച്ചുള്ളൊരു യാത്ര തുടങ്ങി വെക്കുക എന്നുള്ളത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? നമ്മൾ എന്ത് ചിന്തിച്ചിരുന്നു അവിടെ എത്തി ഒരുമിച്ചുള്ള യാത്ര അതിനേക്കാളേറെ സന്തോഷം നൽകുന്ന കാര്യം കൂടിയാണ്. നമ്മളെവിടെ തുടങ്ങിയോ, ഇപ്പോൾ 3 വർഷങ്ങൾക്ക് ഇപ്പുറം ഇവിടെ നിൽക്കുന്നു. ഇപ്പോൾ നേരത്തെ നൂറ് തന്നെ പറഞ്ഞ കാര്യമാണ്, 3 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഏറ്റവും പ്രകടമായിട്ട് തോന്നിയ മാറ്റം എന്താ നമ്മളിൽ തന്നെ? എന്താ ഈ ഒരു 3 വർഷം കൊണ്ട് എന്താ സംഭവിച്ചേ നിങ്ങളിൽ തന്നെ? കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആസ് എ പേഴ്സൺ ആണെങ്കിലും ഒരുപാട് ബിൽഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ സെൽഫ്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കരിയർ വൈസ് ആണെങ്കിലും ഞങ്ങളെ സെൽഫ് ആണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഇവോൾവ് ആയ പോലെ ഒരു തോന്നലുണ്ട്. ലൈക്ക് ഒരു റെസ്പോൺസിബിലിറ്റീസ് കൂടുന്നുണ്ട്. നമ്മൾ പോകുന്നതോറും റെസ്പോൺസിബിലിറ്റീസ് കൂടി തന്നെയാണല്ലോ വരിക. അപ്പം അത് ഇപ്പോൾ മൊത്തം നമ്മളൊരു കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പാരൻസും അങ്ങനെ നമ്മളൊരു കൂട്ടുകുടുംബം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണെങ്കിൽ ഒരു ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഞങ്ങൾ ഒരു സുപ്രഭാതത്തിൽ കം ഔട്ട് ചെയ്തു, പുറത്ത് വന്ന് എല്ലാം തനിയെ ഫോൾട്ടുകളുണ്ടാവും, ശരിയുണ്ട്, ഫിഗർ ഔട്ട് ചെയ്ത് വരുന്നതിൻ്റെ ആ ഒരു ഓക്കെ ഇപ്പം ഇത് ചെയ്താലാണ് റൈറ്റ് ആവുക എന്നൊക്കെ ഉള്ളൊരു സംഗതി. മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരിച്ചറിവും നമുക്ക് പഠിക്കാനും പറ്റുന്നുണ്ട് എന്നുള്ളത്. ഈ പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് ഇപ്പം ഒരു വിവാഹം എന്നുള്ള രീതിയിലേക്ക് സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുമ്പോഴോ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ തുടക്കത്തിലുള്ളൊരു പുതുമയൊക്കെ ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മാറും എന്നുള്ളത്.
പ്രത്യേകിച്ച് നിങ്ങളുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞ സമയത്ത് കമൻറ്റ് ബോക്സിലാണെങ്കിലും പൊതു അഭിപ്രായങ്ങൾ ഭയങ്കരമായിട്ട് ഇത് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കുറച്ച് പോവും, എടുത്ത് പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ ഈ ഒരു പ്രായം കഴിഞ്ഞതൊക്കെ മാറും എന്നുള്ളത് തന്നെയാണ്. അല്ലേ, ചോരത്തളുപ്പ്. എക്സാക്ട്ലി. ഇപ്പോൾ നിങ്ങളുടെ ഈ ചോരത്തളുപ്പും തൊടുതുടുപ്പൊക്കെ കഴിഞ്ഞവരെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. നിങ്ങളെങ്ങനെ ഇതിനെ നോക്കിയാണ് ശരിക്കും ഇത്തരം പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രീതിയിലുള്ള കമൻസ് ഒക്കെ വരുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യും? ഇപ്പം നമുക്ക് അങ്ങനെ എന്താ പറയുക, ഒരു മടുപ്പ് തോന്നുകയാണെങ്കിലും അത് വേറെ ഒരു ഇൻഫാക്ച്വേഷൻ കൈൻഡ് ഓഫ് തിങ് ആണെങ്കിലും നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ കമൗട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമ്മളത്രയും സ്ട്രഗിൾ ചെയ്ത് അത്രയും ഒരു സ്ട്രഗിളിലൂടെ വരുന്നത് നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് ആൻ ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ അതൊരു ചോരത്തളപ്പ് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു ഇതാണെങ്കിലും നമ്മൾ കുറേ ലോസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സിബ്ലിങ്സ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും ഉമ്മാൻ്റെ ഫുഡ് ആണെങ്കിലും എല്ലാതും നമ്മൾ ത്യജിച്ച് വന്ന് നിൽക്കുന്ന ഒരു ഇതാണ്. മിസ് ചെയ്യുന്നുണ്ടോ? ഫുഡ് മിസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. ശരിക്കും നമ്മൾ ഈ പ്രണയ വിവാഹങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ പിന്നർ കാസ്റ്റോ എന്താണെങ്കിലും വീടുകളിൽ ഓക്കെ അല്ലാത്തൊരു വിവാഹത്തിലോട്ട് വരുന്ന സമയത്ത് പറയും, കുറച്ച് കഴിയുമ്പോൾ ഇത് ഓക്കെ അവിടെ സംസാരിച്ച് റെഡിയാവും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇതിനെ മുൻകൈ എടുത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് ഓക്കെ ആക്കാൻ ശ്രമിക്കാറുണ്ട്. അത്തരത്തിൽ പാരൻസ് ഫാമിലി ഇത് ഉൾക്കൊണ്ട് ഒരു തിരിച്ചു വിളിക്കൽ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹങ്ങൾ ആഗ്രഹിക്കാലോ, ഓക്കെ, പക്ഷെ അത് നടക്കൂല ഒരിക്കലും. അത് അതെ, അങ്ങനെ തിരിച്ചു വിളിച്ചാൽ തിരികെ പോകും. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. കാരണം ഞങ്ങൾ ഒരു വട്ടം ഞങ്ങളെ പാരൻസിനെ പറഞ്ഞാണെങ്കിലും മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ എന്താണ്, ഞങ്ങളെ പറ്റിയാണെങ്കിലും മീഡിയക്കൊക്കെ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ പറഞ്ഞെങ്ങാനും മനസ്സിലാക്കിയിട്ട് ഓക്കെ ഫൈൻ, ഇങ്ങനെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാം എന്നുള്ളൊരു ഇതിൽ ട്രൈ ചെയ്തതാണ്. പക്ഷേ അപ്പം ഞങ്ങൾക്ക് കിട്ടിയത് ബിട്രയലാണ്. അപ്പം ഞങ്ങളെ തട്ടിക്കൊണ്ടുപോവുക, വേർപിരിക്കാൻ നോക്കുക. സോ ആ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഈ പുരുഷനോട് ഇഷ്ടം തോന്നാതിരിക്കുന്നതിൽ നിങ്ങൾക്ക് അല്ലാതെ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ഒരു കാരണമില്ല. അതായത് ഇഷ്ടം എന്നുള്ള തോന്നാതിരിക്കാൻ, അതല്ലാതെ അപ്പുറത്തേക്ക് വെറുപ്പുളവാക്കുന്ന എന്തെങ്കിലും സന്ദർഭങ്ങൾ ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ വളർന്നു വന്ന സിറ്റുവേഷൻ അല്ല, ഞങ്ങൾ ട്രോമറ്റൈസ്ഡ് ആയതുകൊണ്ടല്ല, അല്ലെങ്കിൽ ആണുങ്ങളോട് ഒരു വെറുപ്പുള്ളത് കൊണ്ടല്ല, അതുകൊണ്ടൊന്നുമല്ല ഞങ്ങൾ എന്താവാത്തത് ഒരു മെയിൽ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുക. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു സിസ് ജെൻഡർ ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ഒരാളോട് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ആണുങ്ങളോട് എന്തെങ്കിലും വെറുപ്പുള്ളത് കൊണ്ടാണോ നിങ്ങൾ ആണുങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആവാത്ത അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാവാത്ത എന്ന് ചോദിച്ചാൽ ദർ ഇസ് നോ ആൻസർ, ടു ബി ഫ്രാങ്ക്, അല്ലേ? ഇപ്പോൾ ഒരു ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ആളോട് നമ്മൾ തിരിച്ച് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ദേ വിൽ ഓൾസോ നോട്ട് ഹാവ് എനി ആൻസർ. അതുപോലെ തന്നെയാണ് നമ്മളതും. നമുക്ക് അവരോട് വെറുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നല്ല, ശരിക്കും അത്തരത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര ട്രോമ കാര്യങ്ങൾ ആദ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞൊരു സമയം ഉണ്ടായിരിക്കുമല്ലോ, ഈ ഇഷ്ടം പരസ്പരം നൂറ അതിൽ തമ്മിൽ ഉണ്ടെന്നുള്ളത്. ഇതാണ് പ്രണയമാണ്, അല്ലെങ്കിൽ ഇത് മറ്റൊന്നുമല്ല, അല്ലെങ്കിൽ മറ്റൊന്നിനോട് ഉപമിക്കാനാവില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തുന്നത് റിയലൈസ് ചെയ്തൊരു മൊമെന്റ് എപ്പോഴായിരുന്നു ശരിക്കും? സ്കൂൾ ടൈമിൽ ഉണ്ട്. ഇത് നിന്ന് ഇപ്പോൾ ഇന്ന ഇഷ്ടം ഇതാണ്. ഇപ്പോൾ നമുക്ക് പല രീതിയിലേക്കും തോന്നാം, അല്ലെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് ഇഷ്ടം തോന്നുന്നു ബൈസെക്ഷൽ ആവാം, പിന്നെ അവിടെ നിന്ന് എന്താണെന്ന് റിയലൈസ് ചെയ്യുന്നിടത്താണ് അത് അല്ല ലെസ്ബിയൻ ആണെന്നുള്ള സാധനം. ശരിക്കും ഇത് എവിടെ ഈ തിരിച്ചറിവ് സംഭവിക്കുന്നത് ശരിക്കും എപ്പോഴായിരുന്നു? ശരിക്കും അത് നമ്മൾ റിലേഷൻഷിപ്പിൽ ആ ഒരു ടൈമിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ സ്കൂൾ ടൈമിൽ തന്നെയായിരുന്നു. ഉണ്ട്. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റഡ് ആയി. സോ ഞങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അങ്ങനെ ഒരുമിച്ച് ജീവിച്ച് തുടങ്ങിയിട്ട് പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് കാര്യങ്ങളോ എന്നുള്ള രീതിയിലേക്ക് വരുമോ? സോ അങ്ങനെ ലെസ്ബിയൻസ് ആയിട്ടുള്ള ആരെങ്കിലും ചോദിക്കണം എങ്ങനെ നിങ്ങൾ ഒരുമിച്ച് ലൈഫ്? ഇല്ല, പക്ഷെ അത് കുറച്ച് പേര് ചോദിക്കുന്നത് കാണാം. അതാ ചോദിച്ചു, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ടോ എന്ന്? അങ്ങനെയുള്ളത് ഒരു സെയിം സെക്സ് കപ്പിളിന്റെ അടുത്ത് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. ഇല്ല, പക്ഷെ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഇനി നാളെ മാറിക്കൂടെ, അതെനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരാളോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ അയാൾ തന്നെയായിരിക്കും എനിക്ക്. ഇപ്പം അതിനേലും ഭംഗിയുള്ള ആരെങ്കിലും കണ്ടാലും എനിക്ക് ആ ഒരു ഭംഗി തോന്നില്ല. ഇപ്പോൾ തോന്നുകയാണെങ്കിൽ എന്തേ നോക്ക് നല്ല ഭംഗി, അങ്ങനെ ഷെയർ ചെയ്യാൻ പാകത്തിനുള്ളൊരു ഇതേ ഉള്ളൂ. കുറച്ചല്ലാട്ടാ, നല്ല ലോയലാ. ഞാനും അങ്ങനെ തന്നെയാണ്. ബിക്കോസ് ഇഫ് ഐ ആം കമ്മിറ്റഡ് ടു എ പേഴ്സൺ, എനിക്ക് എന്താ പറയുക, എനിക്ക് ആ ലോയാലിറ്റി കീപ്പ് ചെയ്യണം. ഇതാണ് എന്നുള്ളത് ശരിക്കും ഉറപ്പുവരുത്താൻ നിങ്ങൾ ശരിക്കും അല്ലെങ്കിൽ LGBTQ അല്ലെങ്കിൽ ലെസ്ബിയൻ ഇത്തരം ടേസ്റ്റുകളാണെന്നുള്ളത് സ്വയമേ തിരിച്ചറിയുന്ന ഒരു പോയിന്റ് ശരിക്കും എന്താ? അപ്പോൾ എങ്ങനെയാണത്? നമുക്ക് ഓൾറെഡി ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അതറിയായിരുന്നു.
അപ്പോൾ ഇതും കേട്ടുകേൾവി ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കുമല്ലോ ഓരോ വാക്കുകൾ കാണുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. അപ്പോൾ അതല്ലാതെ നമ്മൾ ഇഷ്ടമാവുന്നത് അത് നമ്മൾ ഇഷ്ടത്തിലായി. പിന്നെ ഓരോ ആൾക്കാർ വരുമ്പോൾ നമുക്ക് ആ ഒരു പൊസസീവ്നെസ് ഒക്കെ ബിൽഡ് ആവാൻ തുടങ്ങി. ഇപ്പോൾ നമ്മുടെ സ്കൂൾ ടൈമിലാണെങ്കിലും ഒരു 15 മിനിറ്റത്തെ ലഞ്ച് ബ്രേക്കേ ഉള്ളൂ സൗദിയിലൊക്കെ. രാവിലെ ക്ലാസ് തുടങ്ങുന്നത്, ഉച്ചക്ക് വിടും. അപ്പം അങ്ങനത്തെ ഒരു ഇതിൽ അങ്ങനെ ബിൽഡായി നോക്കുമ്പോൾ കുറച്ച് സാധാ ഫ്രണ്ട്സിനേലും കുറച്ചും കൂടെ ഒരു എന്താ പറയുക, എന്തോ ഒരു സാധനം ഉണ്ട് നമ്മൾക്ക്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരു ചേഞ്ച് ഓഫ് ബിഹേവിയർ, അല്ലെങ്കിൽ നമുക്ക് ഒരാൾ വരുമ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നുന്നു, കിസ് ചെയ്യാൻ തോന്നുന്നു, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ നമുക്ക് തോന്നലുണ്ട്. സോ പിന്നെ ഗ്രാജുവലി മനസ്സിലായി ഇഷ്ടമാണ്. അങ്ങനെ തന്നെയല്ലേ എല്ലാ ഇഷ്ടം മനസ്സിലാകുന്നത്. സോ അതിനുള്ള പോസിബിലിറ്റി ഐ മീൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ബൈസെക്ഷൽ ആവോ, അത്തരത്തിലൊരു ഇഷ്ടം പിന്നീട് തോന്നുമോ, അങ്ങനെ ഒരു ചിന്ത പോയിട്ടുണ്ടോ ശരിക്കും? ഉള്ള ഇഷ്ടത്തിൽ കോൺഫിഡന്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇത്. ഓക്കെ. ഇല്ലേ? റിയലൈസ് ചെയ്തിട്ടില്ല. അല്ല ചോദിച്ചതാ, അല്ല ഞാൻ ചോദിച്ചത് അങ്ങനെ ഉണ്ടോ റോഹൻ? പറയൂ. ചോദിച്ചു, കേട്ടില്ല, ചോദ്യം കേട്ടില്ല. ഇപ്പൊ നമുക്ക് ഓൾറെഡി ഒരാളോട് ഇഷ്ടമുണ്ട്, അപ്പൊ നമുക്ക് അയ്യോ നാളെ ഇനി ആരോട് അങ്ങനെ അതല്ല, അതിൽ ചോദിച്ചല്ലോ, ഞാനത് റിയലൈസ് ചെയ്തിട്ടില്ല ഞാൻ ബൈസെക്ഷൽ ആണോ ലെസ്ബിയൻ ആണോ എന്നുള്ള സാധനം. അതുകൊണ്ടാണ് ലെസ്ബിയൻ ആണ്, അതെനിക്കറിയാം. ബട്ട് നമ്മള് ബൈസെക്ഷൽ ആണോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയൂല, റിയലൈസ് ചെയ്തിട്ടില്ല. അതാണ് സാധനം. യെസ്. സോ എപ്പോഴും ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ നിങ്ങൾ ഫേസ് ചെയ്യുന്ന സാധനം അല്ലെങ്കിൽ ചോദ്യങ്ങളിൽ അത് തന്നെയായിരിക്കും. ഐ മീൻ നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ഐ മീൻ നിങ്ങൾ ലൈംഗിക ജീവിതത്തിലാണെങ്കിൽ പോലും നിങ്ങൾ സെക്ഷൽ ലൈഫിൽ എങ്ങനെ അത് സാറ്റിസ്ഫൈഡ് ആവുന്നു അല്ലെങ്കിൽ അതാവണു എന്നുള്ളത് ഭയങ്കരമായിട്ട് എന്നുള്ള ചോദ്യത്തിലേക്ക് മെയിൻ കാരണങ്ങളിൽ പോകുന്നത് നിങ്ങൾ ആര് ഡോമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിലൊരു ആൺ പെൺ ഉണ്ടോ, അങ്ങനെയൊക്കെ എന്നുള്ളത് ചോദ്യങ്ങൾ തന്നെ ഉത്ഭവിക്കുന്ന ഇവിടെ. അതെ. സോ ശരിക്കും അത്തരത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും അങ്ങനെ ഒന്നുണ്ടോ? ചിന്തിച്ചിട്ടില്ല. പക്ഷെ നമ്മളിത് വന്നപ്പോ തമാശക്ക് ആ ചേട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് വീഡിയോയില് കണ്ടിട്ടുണ്ട് വൈഫൈ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, നൂറയുടെ വീഡിയോ ഒക്കെ ഇടും. അപ്പൊ ശരിക്കും വൈഫൈ വിളിക്കോ? അങ്ങനെ വിളിക്കല്ല, പക്ഷെ നമ്മള് ക്യാപ്ഷൻ ഒക്കെ ഞാൻ നിന്റെ ഭാര്യയല്ലേ ചേട്ടാ അങ്ങനെയൊക്കെ പറഞ്ഞു. അത് നമ്മുടെ ആ ഒരു കളി. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ നിന്ന് ഈ ചോദ്യം വരുന്നത് സെക്സ് റിലേറ്റഡാ. സെക്സ് ഒക്കെ ഇപ്പൊ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കൂലേ, എങ്ങനെ ഒരാളുടെ സാറ്റിസ്ഫാക്ഷൻ. ബെഡ്റൂം തുറന്ന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൽ ശരിക്കും അങ്ങനെ ചെയ്തു നോക്കാറുണ്ട്. ഇപ്പൊ ഇവൻ പറയുമ്പോൾ പോലും തന്നെ ഞങ്ങളൊരു അല്ലെങ്കിൽ നീ അങ്ങനെ ആയി നോക്കി നോക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ആക്കി നോക്കി നോക്ക്, ശരിക്കും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയോ ശരിക്കും ഒരുമിച്ച്? ഇല്ല ഇല്ല നമ്മൾ ആ ഒരു സമയത്ത് ജസ്റ്റ് ഒരു തമാശക്ക് അങ്ങനെ സംസാരിച്ചു വിടുന്നല്ലാതെ. പിന്നെ ഡോമിനന്റ് ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഡോമിനന്റ് സബ്മിസീവ് അതൊന്നും ഇല്ല, അതൊന്നും ഒത്തുപോകും. എല്ലാ രീതിയിലും പാർട്ണർഷിപ്പ് ഈക്വൽ ആണ് അല്ലേ? ഈക്വൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈക്വൽ അല്ല. ചിലപ്പോൾ അവള് കൂടുതലായിരിക്കും, ചിലപ്പോൾ ഞാൻ കുറവായിരിക്കും, ചിലപ്പോൾ ഞാൻ. ഓക്കെ. എപ്പോഴും ശരിക്കും ഒരുമിച്ചുള്ള ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ ഈ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ വേരിയേഷൻ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുന്നത് തോന്നിയിട്ടുണ്ട്? അപ്പോൾ ഒരുമിച്ച് ഫാമിലി പോകണം, കുറച്ച് കഴിഞ്ഞിട്ട് എന്നുള്ള രീതിയിലേക്ക് എല്ലാ രീതിയിലേക്കും ഫാമിലി, കുട്ടികൾ വേണം, അത്തരം ചിന്തകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടോ? ഐ മീൻ ഉണ്ട്. സോ അത് ഡ്രീംസ് ഉണ്ട്. എന്താ ശരിക്കും ഡ്രീം? ആ കാര്യം ആക്ച്വലി എന്റെ ഒരു കാര്യം പറയണേ, അതിൽ ഞങ്ങൾ ഇപ്പോൾ ഫിഗർ ഔട്ട് ചെയ്തോണ്ടിരിക്കും. നമുക്ക് ഇപ്പോൾ ചർച്ചയ്ക്കാൻ പറയും. എനിക്ക് ഡ്രീംസ് എന്ന് പറയുന്നത് എനിക്കത് ഡിസ്ക്ലോസ് ചെയ്യാൻ ഇഷ്ടമല്ല. അതിലോട് അവളോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, ചില കാര്യങ്ങൾ ചിലത് ഇങ്ങനെ അച്ചീവ് ചെയ്തതിനു ശേഷം പറയാമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവുമല്ലോ. പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞോളൂ, ഇതിനുള്ള അവസരമുള്ള സമയമാണ്. എന്തോ ഞാൻ കാര്യമായിട്ട് ഭയങ്കര പറഞ്ഞു വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാനത് ഇപ്പൊ റിവീൽ ചെയ്യാം പറയാൻ പോലെ. കുട്ടിന്റെ കാര്യം ചോദിച്ചില്ലേ, അത് ഞങ്ങക്ക് നോട്ട് നൗ ഇപ്പൊ ഞങ്ങൾക്ക് താല്പര്യമില്ല. കുറേ ഇതായിട്ട് നമ്മളൊരാളെ എടുക്കുകയാണെങ്കിലും കൊണ്ടുവരാണെങ്കിലും അയാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ. പിന്നെ നമ്മൾ അതിനൊത്ത് കുറച്ച് പക്വത തന്നെയല്ലോ. പക്വതയ്ക്ക് ഇഷ്ടംപോലെ ആയല്ലോ അല്ലേ? പക്വത ലേശം കൂടിയ ഇതെല്ലാം കാണിക്കേണ്ടതാണോ? ഇപ്പൊ നമ്മളിപ്പോഴും പറയും, ഇപ്പൊ പ്രണയിച്ചവരാണെങ്കിൽ തന്നെ വിവാഹത്തിന് മുമ്പ് ഒരു സ്റ്റേജ് ആയിരിക്കും, വിവാഹത്തിന് ശേഷം മാറ്റം ഉണ്ടെന്നുള്ളത്. ശരിക്കും നിങ്ങളിപ്പോൾ ഏകദേശം ഒരു 6-7 വർഷമായി എന്ന് തോന്നുന്നു അല്ലേ ഒരുമിച്ച് ഇഷ്ടപ്പെട്ടു തുടങ്ങി? ശരിക്കും 3 വർഷമായി ഒരുമിച്ച് ജീവിക്കാൻ ലിവിങ് ടുഗദറായിട്ട് നിൽക്കുന്നു. ശരിക്കും ഈ മാറ്റം ഉണ്ടോ? അങ്ങനെ ഒന്നും ഉണ്ടോ ഈ പറയുന്ന പോലെ? ശരിക്കും ഒരുമിച്ച് ജീവിച്ചപ്പോൾ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴല്ലേ മുതലെല്ലാം അറിയണേ, വൈകിപ്പോയി.
മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ബിഹേവിയറിലൊക്കെ നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഇവിടെ നമ്മള് മനസ്സിലാക്കുന്നത് നമ്മൾ ഒരുമിച്ച് ക്യൂട്ട് ഫേസ് കഴിഞ്ഞു, പിന്നെ റിയാലിറ്റി റിയാലിറ്റിയാണ്. അതായത് നമ്മളിപ്പോ ഒരുമിച്ച് ഒരാളെ കൂടെ നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അയാൾക്ക് എന്തൊക്കെയാണ് എന്തൊക്കെ ഡ്രോബാക്സ് ഉണ്ട്, പോസിറ്റീവ്സ് ഉണ്ട് എന്നുള്ളത് ഈ മനസ്സിലാവും. പ്രണയത്തിൽ കാണിക്കില്ല എന്താന്നുള്ളത് ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മൾ കാണും. നമ്മുടെ ഇല്ലാത്ത പരിപാടികളും അല്ലെങ്കിൽ കൊള്ളരുതാത്തെന്ന് നമ്മൾ ചിന്തിക്കുന്ന സാധനങ്ങളൊന്നും പുറത്തോട്ട് എടുക്കില്ല എന്ന് പറയും. നമ്മുടെ അങ്ങനത്തെ ഒരു ഫേസ് ഉണ്ട് എന്നുള്ള സാധനം കല്യാണം കഴിഞ്ഞാൽ കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയ ആയില്ലോ പറയും. അങ്ങനെ പൊട്ടിച്ച് കളഞ്ഞ കുറേ സംഭവങ്ങളുണ്ടോ ശരിക്കും രണ്ടാളും? അങ്ങനെ അഭിനയിച്ച്, അതായത് ഭയങ്കര ക്യൂട്ട്നെസ് മാത്രം വാരി ഉതറി ഒരു റിലേഷൻഷിപ്പ്, അതായത് ലിവിങ് ടുഗദർ മുന്നുള്ള ഒരു ഫേസിൽ നിന്നിട്ടില്ല. ആർട്ടിഫിഷ്യൽ സാധനങ്ങളൊന്നുമില്ല. പ്രണയം ക്രിഞ്ചാണല്ലോ, അങ്ങനത്തെ സംഭവങ്ങളുള്ളൂ. അല്ലാതെ എന്തുണ്ടെങ്കിലും നമ്മൾ ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതാണല്ലോ എന്തിൻ്റെ ഒരു ബേസ്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം നടന്ന് എനിക്കിപ്പോൾ എന്തെങ്കിലും ഉണ്ട്, സോ ഞാനത് അവളോട് പറയാണ്ട് നിന്നിട്ട് അതിലൊരു കാര്യമില്ല. യു ജസ്റ്റ് ഹാവ് ടു ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ്. അതുണ്ട്. വേറൊരു കാര്യം റിയലൈസ് ചെയ്തത്, ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം ഷോർട്ട് ടെമ്പേർഡ്, പക്ഷെ അവള് ഷോർട്ട് ടെമ്പേർഡ്. അത് അറിയില്ലായിരുന്നോ? ഇല്ലില്ല, അറിയില്ലായിരുന്നു. അറിഞ്ഞ മൊമെന്റിൽ എന്താ ഇത് കയ്യിൽ വെച്ചു. അതെ. പിന്നെ അവിടെ നിന്ന് തിരിച്ച് അങ്ങനെ അപ്പുറത്തെ ഒരാൾ അങ്ങനെയാണെന്ന് അറിയുമ്പോൾ ഇപ്പുറത്തെ ഒരാൾ ഒതുങ്ങും. അങ്ങനെ ഒതുങ്ങിയോ? ഇവളൊതുങ്ങി ഒന്നും കൂടെ. ദേഷ്യം എന്താന്ന് തന്നെ അറിയില്ല. ആണല്ലേ? അത് വേറെ നിന്നുള്ള രീതിയിലേക്ക് ഇതിലാരാ അല്ലെങ്കിൽ കുറച്ച് ഡോമിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരതിൽ ആൺപിഴ എന്നുള്ള രീതിയിലേക്ക് ഭയങ്കരമായിട്ട് കമൻസ് കാര്യങ്ങൾ വന്നിരുന്നല്ലേ? അപ്പോൾ കുറേയും കൂടിയും ഷോർട്ട് ബോയ് കട്ടൊക്കെ കളിച്ച് കുറച്ചും കൂടി ഭയങ്കര ബോൾഡ് ഭയങ്കര പക്കത്തോട് സംസാരിക്കുന്ന ഒരു സാധനം വന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി മാറി തുടങ്ങി അവൻ്റെ അല്ലേ? അവിടെ 100 വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കരമായിട്ട് വന്നു തുടങ്ങിയത്. ശരിക്കും തോന്നുന്നു ഇതിന് ശേഷം തോന്നുന്നു, ഈ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷമാണോ കുറച്ചുകൂടി പുറത്തോട്ട്? അല്ല, അങ്ങനല്ല. ഞാൻ സംസാരിക്കും, ഇവള് സംസാരിക്കും. ഇവള് ആ ഒരു ടൈമിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായില്ല. ബിക്കോസ് ഞാനും ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആൻഡ് എവറിത്തിങ്. ആ ഒരു സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഓവർ സംസാരിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ സംസാരിക്കും. പിന്നെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി, ഇവളാണ് എന്താ പറയാ സാധനം, അങ്ങനെ പറയാ. പാവമാണ്. അതിപ്പോ പാവമായി. കറക്റ്റ് പുറത്തു വന്നു തനിനിറം അല്ലേ? വിഷയമാണ് അവിടെ. ഭയങ്കരമായിട്ട് ആശങ്കയാണ് നിങ്ങളിങ്ങനെ ജീവിച്ചു പോകുന്നു, അല്ലെങ്കിൽ യൂട്യൂബ് കാര്യങ്ങളാണ് വരുമാനം എന്നുള്ള രീതിയിലേക്ക് അല്ലേ? ചോദ്യങ്ങൾ ഭയങ്കരമായിട്ട് അന്നില്ല അല്ല, അതാ പറഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ പോലും ഇപ്പൊ ഭയങ്കര ഇതാണ് ആൾക്കാർക്ക്. എങ്ങനെ നിങ്ങൾ ജീവിക്കുന്നത്, ഇങ്ങനല്ല നിങ്ങൾ ജീവിക്കുന്നത്, വേറെ ഏതോ വഴിയിലൂടെയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത്, അങ്ങനെ പൈസ കിട്ടുന്നത്. ശരിക്കും വർക്ക് ചെയ്യാം, ശരിക്കും ഐ ടിയിലല്ലേ വർക്ക് ചെയ്യുന്നത്? യൂട്യൂബും ഒരുമിച്ച് പോകുന്നു. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കുട്ടി എന്നുള്ള സാധനം അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും ഒരു ചിന്ത പ്രാവർത്തിയാക്കാൻ പറ്റുന്നത്. അതെ, വേറെ എന്തെങ്കിലും ചിന്തിച്ചിരുന്നു ഓപ്ഷൻ? എനിക്ക് ആക്ച്വലി ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാനാണ് താല്പര്യം. ബിക്കോസ് ഫിക്സ്ഡ് എനിക്കത് ഫിക്സ്ഡ് ആണ്. കാരണം എന്താ അതിലെന്റെ ഒരു അഭിപ്രായം എടുത്തിട്ടേ ഇല്ല. ഇല്ല, അതില് എനിക്ക് എന്താ പറയാ, വിയോജിപ്പല്ല, അഡോപ്ഷൻ ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. ഇപ്പോൾ അവളുടെ എഗ് എടുത്തിട്ട് നമുക്ക് എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ലൈക്ക് ബയോളജിക്കലിയും കൂടെ കുറച്ചും കൂടെ റിലേറ്റഡ് ആണ്. ലൈക്ക് രണ്ടുപേരുടെയും ഒരു ഇതുണ്ട്. ഇപ്പം ഡെലിവറി ചെയ്യുന്നത് ഞാനാണെങ്കിൽ ഇതൊക്കെ ക്യാപ്ഷൻ ഇട്ട് കൊടുക്കില്ല കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു ഇത് എനിക്കുണ്ട്. പക്ഷെ അഡോപ്ഷനും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പെയിൻ കുറച്ച് അധികം പെയിൻഫുള്ളാണ്. അപ്പൊ അങ്ങനെ കിട്ടണമെന്നാണോ? ഇല്ല, എനിക്ക് പെയിൻ പേടിയാണ്. ഓ അങ്ങനെ. ഞാൻ ആ പറഞ്ഞു വന്ന ശൈലി കണ്ടപ്പോൾ എനിക്ക് കുറച്ച് പ്രസവേദന കിട്ടിയതിന് ശേഷം അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഇല്ലില്ല. പിന്നെ അവക്കും ആ കാര്യത്തിൽ കുറച്ച് ടെൻഷനും ഉണ്ട്. അപ്പോൾ അറിയില്ല, അതാ ഞാൻ പറഞ്ഞു, ഞങ്ങളത് ഇപ്പോഴും സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ എൻ്റെ മൈൻഡ് ഫിക്സ്ഡ് ആണ്. അങ്ങനെ ഒരു കുട്ടി വന്നാൽ നിങ്ങൾ എന്ത് വിളിക്കണം എന്നാണ് ആഗ്രഹം? അതൊന്നും അയ്യോ അതൊക്കെ അങ്ങനെ പറയും. അതെങ്ങനെ ഇപ്പൊ പറയുന്നത്? അങ്ങനെ ഒരു ചിന്തയുണ്ട്, എന്ത് വിളിക്കും? പേരിടൽ ചടങ്ങ് ഇപ്പൊ നമ്മൾ നടത്താൻ കുട്ടിയുടെ പേരല്ല, കുട്ടി നിങ്ങൾ വിളിക്കുന്നത് അങ്ങനെ നോക്കിയിട്ടില്ല. ശരിക്കും ഒരു ഫാമിലി ലൈഫിൽ ഉപ്പയുടെ സാന്നിധ്യം എന്താ? ശരിക്കും ഒരു പിതാവിന്റെ സാന്നിധ്യം ശരിക്കും അനിവാര്യമാവുന്നത് എപ്പോഴാണ്? പിതാവിന്റെ സാന്നിധ്യം നമ്മളുടെ ഇതിൽ മെയിനായിട്ട് വാപ്പമാരെന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക, ഫിനാൻഷ്യൽ ആ ഒരു സംഗതി. പിന്നെ അത് മാത്രമല്ല, ഇല്ലല്ല, ഒരു എന്താ പറയാ, ഒരു പ്രൊട്ടക്ഷൻ എന്നൊക്കെ ഉള്ള ഒരു സംഗതികൾ വരാം. പിന്നെ ദ ഹോൾ ഫാമിലി തന്നെ റേസ് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഉമ്മമാര് റേസ് ചെയ്താലും പോകട്ടാ. നിങ്ങളുടെ ഒരു ഫാമിലി ലൈഫിൽ നിങ്ങളൊരു ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മകനോ മകളോ ഉണ്ട്, കുട്ടിയുണ്ട്, അവർ ഏറ്റവും കൂടുതൽ ഒരു ഉപ്പയുടെ ഒരു സാന്നിധ്യം മിസ് ചെയ്യണത് എന്ത് സന്ദർഭത്തിലാവുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നത്?
എനിക്ക് തോന്നുന്നില്ല മിസ് ചെയ്യും. മിസ് ചെയ്യില്ല. ഇല്ല, അങ്ങനെ മിസ് ചെയ്യുന്നു തോന്നുന്നില്ല. ഇല്ല. നമ്മൾ ഉപ്പ ഉമ്മാന്ന് ടാഗ് കൊടുത്തിട്ടല്ലോ, സ്നേഹത്തിന് ടാഗ് ഉണ്ടോ? ഉണ്ട്. ഉണ്ടോ? ഉണ്ടോ? ചോദിക്കുകയാണ്. ഇല്ല ഇല്ല. എനിക്ക് തോന്നിയില്ല. നിങ്ങൾ ഇപ്പോഴും മിസ് ചെയ്യുന്നില്ല അങ്ങനെ ഉപ്പ പിതാവ് എന്നുള്ള രീതിയിലേക്ക് അച്ഛൻ എന്നുള്ള മിസ് ചെയ്യുന്നില്ല? അങ്ങനെ ഒരു സ്ഥാനമോ വ്യക്തിയോ മിസ് ചെയ്യുന്നില്ലേ? അപ്പോൾ എനിക്ക് മിസ് ചെയ്തോന്ന് ചോദിച്ചാൽ ആസ് എ പേഴ്സൺ ഞാൻ മിസ് ചെയ്യുന്നുണ്ടാവും. എനിക്കെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫാദറിൻ്റെ അടുത്തുനിന്ന് എനിക്ക് ഒരു സ്നേഹമോ അങ്ങനത്തെ ഒരു പ്രകടിപ്പിക്കലുണ്ടല്ലോ, അതൊന്നും കിട്ടിയിട്ടില്ല. അതൊരു ഇഷ്യൂ ഉണ്ടായ ശേഷമാണ് അത് കൊച്ചിലെ തൊട്ടേ കിട്ടാറില്ല. ചെറുപ്പം തൊട്ടേ. ദ തിങ് ഈസ് ദാറ്റ് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിത്തരും. നമ്മളിപ്പോൾ പറയാണ് ഇന്നത് വേണം, ഓക്കെ അത് വേണം. അതാണ് പുള്ളിൻ്റെ ഒരു ഇതിൽ സ്നേഹം. ഇപ്പോൾ പിതാക്കന്മാർ നമ്മുടെ വാപ്പന്മാരൊക്കെ ചിലപ്പോൾ കുറേയേറെ അവരുടേതായിട്ടുള്ള ഇപ്പോൾ ജോലി സമ്മർദ്ദങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കാം. എല്ലാമൊന്നും തുറന്നു പറയുന്നവരായിരിക്കില്ല. ഒരുപക്ഷെ നമ്മുടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയോ പറയുന്ന പോലെ ചിലപ്പോൾ വാപ്പന്മാർ തുറന്നു പറയുന്നവരായിരിക്കണമെന്നില്ല. കൂടുതലും ഇപ്പോൾ അച്ഛന്മാരുടെ സാന്നിധ്യത്തിൽ അങ്ങനെ ആയിരിക്കും. അത് ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തവരായിരിക്കും, സ്നേഹം പ്രകടിപ്പിക്കാത്തവരായിരിക്കും കൂടുതൽ കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ വാക്കുകളാലോ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാതിരുന്നതുകൊണ്ടോ അങ്ങനെ ഒരു സ്നേഹം ഇല്ലാതിരുന്നു എന്ന് അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ നൂറ? ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അതായത് ഉപ്പക്ക് സ്നേഹമുണ്ട്. ദ തിങ് ഈസ് ദാറ്റ് എക്സ്പ്രസ് ചെയ്യൂല, അത് ഉള്ളിൽ വെക്കും. ഉള്ളിൽ വെച്ചിട്ട് സ്നേഹം ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ പുറത്തത് പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനെ അല്ലല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ. ഓക്കെ, ആസ് എ ഫാദർ നമുക്ക് കുറച്ച് സ്നേഹമൊക്കെ കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ. പക്ഷെ അതില്ല. ഓക്കെ, പുള്ളിൻ്റെ അതിൽ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് വാങ്ങിക്കൊടുക്കുക, അതായത് എന്തുണ്ടെങ്കിലും അത് സെറ്റാക്കി കൊടുക്കുക, അതൊക്കെയാണ്. അവർ വളർന്നു വന്ന സാഹചര്യം കൊണ്ട് കൂടിയായിരിക്കും അത്രയും രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഒരു പാരൻസ് അവർക്കും ഉണ്ടാവില്ല. തിരിച്ചറിയുന്ന ഒരു നൂറയ്ക്ക് അങ്ങനെ ഒരു മുൻകൈ എടുത്തിട്ട് വാപ്പായുടെ അടുത്ത് അങ്ങനെ സംസാരിക്കാറുണ്ടോ? ഞാൻ സംസാരിക്കാറുണ്ട്. ഫേവറേറ്റ് കുട്ടിയായിരുന്നു. എന്നിട്ടാണ് കുട്ടിയാണ്. ഇഷ്ടമല്ലാന്ന് ഞാൻ പറയുന്നില്ല, എനിക്കിഷ്ടമാണ്. പക്ഷെ പുള്ളി എക്സ്പ്രസ് ചെയ്യൂല. ദാറ്റ് ഈസ് ദ തിങ്. എക്സ്പ്രസ് ചെയ്യൂല. ഇത് അങ്ങനെ വെച്ചോണ്ടിരിക്കുക, ഒന്നും മിണ്ടൊന്നുമില്ല അധികം. മേ ബി വളർന്നു വന്ന സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം, അവരുടെ പാരൻസ് അങ്ങനെ ആയിരിക്കാം അവരെ വളർത്തിക്കൊണ്ടുപോകുന്നത്. ഇറ്റ് ഓൾ എ പാർട്ട് ഓഫ് ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്നേഹവും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് കിട്ടാണ്ട് വരുമ്പം വി ഓൾസോ ഫീൽ സം വാട്ട് ഡിറ്റാച്ച്ഡ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ലവ് മാരേജ് കാര്യങ്ങൾ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറി അല്ലെങ്കിൽ ചിലതൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളതുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ പ്രകടമാണോ? ഇപ്പോൾ ഫാമിലിയുടെ സൈഡിൽ നിന്ന് കോൺടാക്ട് ചെയ്യുകയോ വിളിക്കുകയോ അല്ലെങ്കിൽ തിരിച്ചു വരാൻ പറയുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായോ? തിരിച്ച് വരാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ കുറേ മനസ്സിൽ വെച്ച് നിൽക്കുന്ന ആളല്ല. ദേഷ്യം ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ പോവും. ലൈക്ക് എനിക്ക് അങ്ങനത്തെ ഒരു അതെന്നെ തന്നെ നശിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ദേഷ്യം. അല്ലെങ്കിൽ എനിക്ക് ഷോർട്ട് ടേം വേണം, അവള് കാണട്ടെ മാത്രം, അല്ലെങ്കിൽ എന്നെ ആണാക്കോ. ഓൾറെഡി പേരുണ്ട്, ഈ ആണെന്നുള്ള പേര് വരുന്നോണ്ടാണ് മുടി നീട്ടി തുടങ്ങി. അതും വെട്ടിയത് ഞാൻ കാരണമല്ല. ഉമ്മി എന്നോട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഇതൊരു പുതിയൊരു അസൈൻമെൻറ്റിന് പുതിയൊരു ടോപ്പിക് കൊടുക്കുന്ന പോലെ. അവർക്കറിയില്ല ഹോമോസെക്ഷുവാലിറ്റി എന്താണ്, കേൾവി ഉണ്ടാവും. ഇപ്പം ഖുറാനിലാണെങ്കിലും ഉണ്ട്, അതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്വന്തം മക്കൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ലെസ്ബിയൻ ആണ്, വേറൊരു പെണ്ണായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ ബാക്ക്ലാഷസ് ഉണ്ടാവും. അപ്പം അത് ഇത് കഴിഞ്ഞ് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ ഉമ്മിനോട് സംസാരിച്ച് നോക്കാം, നേരാവാണെങ്കിൽ നേരാവട്ടെ. ഇപ്പം പുറത്ത് അറിയണ്ടെങ്കിൽ ഉമ്മിക്ക് അറിയണ്ടെങ്കിൽ അറിയണ്ട. പക്ഷെ അത് ഉമ്മി ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ഒരു ഹാപ്പി ന്യൂസ് ആണ്. അത് പുള്ളി കീപ്പ് ചെയ്താലും മുന്നോട്ട് പോകുമെങ്കിൽ ഓക്കെ ഫൈൻ പോവാന്നുള്ളൊരു ഇതിൽ ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു. ഞാൻ കോണ്ടാക്ട് ചെയ്ത് വാട്സപ്പിൽ കുറേ ഇങ്ങനെ എനിക്കും സങ്കടമായി, കരഞ്ഞും അല്ലാതെയൊക്കെ ഞാൻ വോയിസ് അയച്ചു. അതായത് അന്ന് ഇങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ ഇടയ്ക്ക് ബാഡായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഫാദറിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ ഇതുകൊണ്ടാണ് ഉമ്മി ഇങ്ങനെയാണ് എനിക്കിങ്ങനെ ഒരാളെ കണ്ടപ്പോൾ ഉമ്മീനെ എനിക്ക് ഓർമ്മ വന്നു, അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. ഉമ്മി ഓക്കെ ആണെങ്കിൽ തിരിച്ച് മെസ്സേജ് അയക്ക്, നമുക്ക് പുറത്തെവിടെയൊക്കെ വെച്ച് കാണാമല്ലോ. ഇപ്പം ആൾക്കാരാണല്ലോ മെയിൻ പ്രശ്നം. അപ്പോൾ ആൾക്കാരറിയണ്ട, നമുക്ക് പേഴ്സണലി കാണാമല്ലോ. ഇപ്പം നമ്മൾ എല്ലാം പബ്ലിക്കിൽ കാണിക്കണമെന്നില്ല. ചില ഹാപ്പി മൊമെന്റ്സ് ആണെങ്കിലും സാഡ് ആണെങ്കിലും നമുക്ക് ഉള്ളിൽ പ്രൈവറ്റ് ആക്കി വെക്കേണ്ട കാര്യങ്ങളുണ്ട്. സോ ആ ഒരു ഇതിൽ നമുക്കിത് പെടുത്താന്ന കൊള്ളയിൽ ഞാൻ കുറെ വോയിസ് അയച്ചു, പക്ഷേ ആള് റെസ്പോണ്ട് ചെയ്തില്ല. ഉണ്ടായില്ല. മുന്നേ ഇതുപോലെ ഒരു തവണ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇവളെ ഉമ്മി തന്നെ പറഞ്ഞത് നീയായിട്ട് എൻ്റെ മോളായിട്ട് തിരിച്ചു വാ, എന്നാൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം.
അതായത് പഴയ ആദിലയായിട്ട് തിരിച്ചു പോവാ. പക്ഷെ അതിലെ മാറിയിട്ടില്ല. ആദില മാറിയിട്ടില്ലല്ലോ. അവരുടെ ഇതില് ഡ്രസ്സിങ് ഈ സോക്കോൾഡ് മുസ്ലിംസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം എല്ലാവരും തലയിൽ തട്ടോട്ട് അബായിട്ടല്ലോ നടക്കുന്നത്. ഈ പോയ പോലെ തിരിച്ചു വരികയാണെങ്കിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നൂറെ അല്ലാതെ വരാനും പഴയ രീതിയിലേക്ക് ഡ്രസ്സിങ് കാര്യം തട്ടോട്ട് രീതിയിലേക്ക് കൂടിയാണ്. ഓക്കെ. അപ്പൊ ഇത് രണ്ടും ഞാനല്ല. ഈ ലുലുമാളിലൊക്കെ പോകുമ്പോ പറഞ്ഞിട്ട് പോകും ആളറിയാതെ ഇല്ല. നീ പറഞ്ഞിട്ട് ചിലപ്പോ മാസ്ക് ഇട്ട് പോവാൻ മതി, അങ്ങനെ പോകുള്ളൂ. ഇപ്പൊ മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട് നെക്സ്റ്റ് ഒക്കെ അങ്ങനെ ലുലുമാളിൽ പോണ സമയത്ത് ആളറിയാതിരിക്കാൻ വേണ്ടി പോകുന്നുള്ളതൊക്കെ. അങ്ങനെ തിരിച്ചറിയാതെ പബ്ലിക് പ്ലേസിലോട്ട് പോകണം എന്നുള്ള ആഗ്രഹം അങ്ങനെ ചിന്തിക്കാറുണ്ട് ശരിക്കും. ഇതിന്റെ ഒപ്പം കുറേയും കൂടിയും നമ്മുടെ വസ്ത്രധാരണം കുറേയും കൂടിയും അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് ഇടയാവാൻ കാരണമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ശരിക്കും? ഇതിനൊപ്പം ഉണ്ട്, നല്ലോണം ഉണ്ട്. കാരണം ആദ്യം ഞങ്ങള് വന്നേക്കുന്ന ഒരു ഇതെന്ന് വെച്ചാല് പർദ്ദ, ഷോള്, ചുറ്റിക്കെട്ടി അങ്ങനത്തെ. പക്ഷെ ആദ്യമേ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അല്ലെ? നൂറയാണ് പ്രകടമായിട്ട് കുറെ കൂടി മാറ്റം വന്നെന്ന് തോന്നുന്നു. ഇവള് കൂടുതൽ അബായ യൂസ് ചെയ്യുമായിരുന്നു. കോഴിക്കോട് മലബാർ സൈഡ് ആയതുകൊണ്ട് ഇങ്ങോട്ട് അബായ ഇടൂല. അവിടെ ഒന്നും കൂടെ സ്ട്രിക്റ്റ് ആണ്. പക്ഷെ തലയിലിടണം. പക്ഷെ ആ ഒരു ടൈമില് തലയിലൊക്കെ ഇടാൻ എനിക്ക് ഓർമ്മയൊന്നും ഉണ്ടായില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നോണ്ട് എനിക്ക് അത് ഇഷ്ടപ്പെട്ട് ഞാൻ ഇടുന്നതല്ല. എനിക്കെന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നടക്കണം. അതായത് ഫുൾ ഇങ്ങനെ ഉള്ളില് എന്താ പറയാ പർദ്ദയൊക്കെ ഇട്ടിങ്ങനെ അങ്ങനെ നടക്കാൻ എനിക്ക് വലിയൊരു താല്പര്യം. പക്ഷെ ഇഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ട്. ചില സമയം എനിക്ക് പർദ്ദ ഇടാൻ ഇഷ്ടമുണ്ടാവും, അപ്പൊ ഞാനിടും. ചില സമയം എനിക്ക് ഷോർട്ട് ഡ്രസ്സ് ഇടാൻ ഇഷ്ടമുണ്ടാവും, അപ്പൊ ഞാനിടും. അങ്ങനെ ശരിയാ, ഡ്രസ്സിങ്ങിൽ ഒരുപാട് ചേഞ്ച്. എന്തിനെങ്കിലും നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ വേണ്ടി ഭയങ്കര ത്വര വരും. ഇപ്പോൾ ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ വേണ്ട എന്ന എടുത്ത തീരുമാനങ്ങൾ ശരിക്കും വസ്ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വസ്ത്രങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എന്നോടൊക്കെ പറയായിരുന്നു ഷോർട്ട് ഡ്രസ്സ് ഇട്ട് ഇറങ്ങരുത്, പുറത്തേക്ക് ഇറങ്ങരുത്, ഒന്നെങ്കിൽ പള്ളി കമ്മിറ്റിയിൽ നിന്ന് വിളിച്ച് പറയും, അല്ലെ കത്ത് വിടും വീട്ടിലേക്ക്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ജീൻസിൻ്റെ പാൻറ്റും അതുപോലെ ഒരു എന്താ പറയുക ഒരു ബനിയൻ ഇട്ട് പോയി ഒരു കല്യാണത്തിന് പോയി. അപ്പോഴേക്കും പള്ളിയിൽ നിന്ന് ലെറ്റർ വന്ന് നിങ്ങളെ മോള് ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് വന്ന് ഇങ്ങനെ ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു വന്ന്. അപ്പോൾ ആൾക്കാർക്ക് എന്ന് പറയുന്നത് ഞാൻ ഇന്ന കമ്മ്യൂണിറ്റി അങ്ങനെയൊന്നും പറയുന്നില്ല. ഡ്രസ്സിങ് അവിടെ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു ഞാൻ നിൽക്കുന്ന ഒരു ഏരിയയിൽ. അപ്പോൾ അതെനിക്കൊന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തു. അത് പറഞ്ഞുകൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതങ്ങനെ ചെയ്യണം ആണല്ലേ? അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചു തരാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. ശരിക്കും അങ്ങനല്ല. എനിക്ക് എല്ലാ ഡ്രസ്സും ഇടാൻ ഇഷ്ടമാണ്, എല്ലാം ട്രൈ ചെയ്യണം, അങ്ങനെയൊക്കെ ഭയങ്കര താല്പര്യം. അങ്ങനെ ഡ്രസ്സ് മാറ്റിയതിൻ്റെ പേരിൽ ഒരു ആൻറ്റി ചോദിച്ചായിരുന്നു എൻ്റെ, നീയൊക്കെ ഇങ്ങനെ തുണി ഇല്ലാണ്ട് നടക്കാനാണോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവരുടെ കണ്ണിൽ ഇതൊക്കെ തുണി ഇല്ലാണ്ട് നടത്തമാണ്. ഇപ്പൊ തുണി ഇല്ലാത്ത ആൾക്കാരെ കണ്ടപോലെ എന്താ പറയാ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്തു. ഇത്തരത്തിൽ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടി അവരുടെ ശബ്ദമാവാൻ കൂടി ഞങ്ങൾക്ക് വേണം. വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറഞ്ഞ പോലെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചിന്തയുണ്ടോ ശരിക്കും? അങ്ങനെ അവർക്ക് വേണ്ടി സംസാരിക്കണം, അങ്ങനെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇടപെടും, അവർക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കും. നമ്മൾ ഇപ്പോൾ പബ്ലിക്കിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു മാറ്റർ പബ്ലിക്കിൽ വരുമ്പോൾ അത് സംസാരിക്കണം എന്ന് തോന്നലുണ്ട്. നമുക്കത്ര തോന്നുന്നൊരു ലൈക്ക് റിയാക്ട് എല്ലാതും അല്ല, എല്ലാം വാരി വലിച്ച് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ ചില കാര്യങ്ങൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ഇറിറ്റേറ്റഡ് അല്ലെങ്കിൽ എന്താ ഇങ്ങനെയെന്ന് തോന്നിയ കാര്യങ്ങളിൽ റിയാക്ട് ചെയ്യലുണ്ട്. പിന്നെ വോയിസ് ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണ്. അതിനു വേണ്ടി ഞങ്ങൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. അടുത്ത് വന്ന് ഭയങ്കരമായിട്ട് നിങ്ങൾ പിന്നീടും വളരെ ദേശീയ വിമർശനങ്ങളുണ്ട് പറഞ്ഞ പോലെ. ഈ നനഞ്ഞിരിക്കുമ്പോൾ കുളിക്കാൻ പറഞ്ഞാൽ കിട്ടുന്നതിൻ്റെ ഒപ്പം വന്നോട്ടെ പറഞ്ഞ പോലെ രേണുസുതി വിഷയം ഭയങ്കരമായിട്ട് വന്നിരുന്നു. ശരിക്കും അങ്ങനെ ഒരു എന്തുകൊണ്ടായിരുന്നു ശരിക്കും അത്തരം റിയാക്ഷൻ? അത് ആക്ച്വലി ഞങ്ങൾ റിയാക്ട് ചെയ്യണമെന്ന് വെച്ചൊന്നല്ലായിരുന്നു. പക്ഷെ ഓക്കെ, നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ആ ചേച്ചീൻ്റെ വീഡിയോസ്, പിന്നെ യൂട്യൂബ് തുറന്നാൽ ആ ചേച്ചീൻ്റെ വീഡിയോസ്, ഓക്കെ ഫുള്ള് അത് തന്നെ, ഓക്കെ ഫൈൻ. ഞങ്ങളങ്ങനെ തന്നെ. അത് നല്ലൊരു കാര്യമാണ്. പുള്ളിക്കാരി മുന്നോട്ട് വരുന്നത് എന്താ, പുള്ളിക്കാരിക്ക് വേണ്ടി ജീവിക്കുന്ന എല്ലാം തന്നെ നല്ലൊരു കാര്യമാണ്. അത് അധികം ആൾക്കാർ അങ്ങനെ ചെയ്യാത്ത കാര്യങ്ങളാണ് പുള്ളിക്കാരും ചെയ്യുന്നത്. പക്ഷെ പുള്ളിക്കാരി പറയുന്നതൊക്കെ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സ്റ്റേറ്റ്മെന്റ് തോന്നിയത് എന്താ? പറഞ്ഞെങ്കിലും പുള്ളിക്കാരനെന്തോ മാർക്കറ്റ് ചെയ്യുന്ന പോലത്തെ ഉള്ള രീതിക്ക്, അല്ലെങ്കിൽ മരണം ഭയങ്കര ചിരിച്ച് കളിച്ച്, പുള്ളിക്കാരി എപ്പോഴും കരണമെന്നല്ല, ഭയങ്കര ലാഘവത്തോടുകൂടി പറയുന്ന ഒരു ഇതുപോലെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വേറൊരാൾ ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത്
ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആസ് ഹ്യൂമൻസ് ഞങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പം നമ്മൾ അത്രയും ഒരാളെ സ്നേഹിച്ച് അയാൾ മരിച്ചു കഴിയുമ്പം തന്നെ ആ ഒരു വീട്ടിൽ വെച്ചിട്ട് ഉണ്ടല്ലോ അങ്ങനെ ഒരു പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു അത് മാത്രമേ ഞങ്ങൾ സംസാരിച്ചു. രേണുസുധിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആൾ മരിച്ചു, അതിൻ്റെതായ വിഷമങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളായിട്ടുള്ള വീഡിയോകൾ കണ്ടിരുന്നു. ആൾ കുറേ നാളായിട്ട് തൊഴിൽ രീതി ഇല്ലാതിരുന്ന സർവൈവ് ചെയ്തിട്ടുണ്ട് കുറേ കഴിഞ്ഞിട്ട്. ഒരു സമയമാണ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് വന്നു തുടങ്ങി അല്ലേ. അപ്പോൾ അങ്ങനെ ആൾ ഭയങ്കരമായിട്ട് കൂളായിട്ട് എടുക്കുന്നതുകൊണ്ട് ആൾക്ക് വിഷമമില്ല, ആളുടെ ഭർത്താവ് മരിച്ചതിൽ വിഷമമില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അതായത് അപ്പോൾ നമ്മൾ പക്ഷേ ചില എനിക്ക് കാര്യങ്ങള് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ ആയിട്ട് വരുമ്പോൾ നമ്മൾ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിക്ക് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ നൈസ് തിങ്. ശരിക്കും ഈ വ്യക്തികളിൽ ഇത്രയും ഭയങ്കര ഇമോഷണലി കാണുന്ന ഇപ്പം നിങ്ങൾ പറഞ്ഞു ശരിക്കും അങ്ങനെ ഒരു ഹസ്ബൻഡിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമോഷണലായി കാണേണ്ടത് അല്ലെങ്കിൽ കുറച്ചുകൂടി ആ രീതിയിൽ എടുക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ശരിക്കും പാരൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? അപ്പോൾ ഇത് തന്നെയുള്ള കമന്റ് സെക്ഷൻ അല്ല, സീരിയസ്ലി ചോദിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ആളുടെ ഇപ്പം ജീവിച്ചിരിക്കുന്നു മരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ആളുടെ സാന്നിധ്യവും അസാന്നിധ്യവും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ നിങ്ങൾക്കൊരു മകളായിട്ടെന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ നിങ്ങൾ അവർക്ക് അല്ലേ അവിടെ സാന്നിധ്യം ഇല്ല, നിങ്ങൾക്ക് പാരൻസായിട്ട് അവരും ഇല്ല എന്നുള്ള രീതിയിലേക്ക് ശരിക്കും ഒരാൾ ജീവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മരിച്ചിരിക്കുന്നു തതുല്യമായിട്ടുള്ള രീതിയിലേക്ക് വിഷമം ഈ അസാന്നിധ്യത്തിലും കിട്ടും അല്ലേ. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് അത്രത്തോളം വിഷമം അവർക്കുണ്ടായിരിക്കും, അവരോടത്ത് നിങ്ങൾക്കുണ്ടായിരിക്കും ശരിക്കും. എന്ന് വെച്ചിട്ട് ശരിക്കും നിങ്ങൾ അതേ രീതിയിലേക്ക് പലപ്പോഴും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ ആവാറ്. ഇല്ല, ഞങ്ങളതിന് വിഷമിച്ചിരിക്കുന്നില്ല, ഞങ്ങൾക്ക് വിഷമമുണ്ട്. ത്രൂ ഔട്ട് ആ വിഷമമുണ്ട്. വിഷമിച്ചിരിക്കണം എന്ന് നമ്മൾ എവിടെയും പറയാം. നമുക്ക് ഒരു എന്തെങ്കിലും ഇപ്പോൾ എന്താ പറയുക, ഒരാൾ മരിച്ച് ഞങ്ങൾക്ക് ആരും മരിച്ചിട്ടൊന്നും ഇല്ല എന്തോ ഭാഗ്യത്തിന്. അതുകൊണ്ട് ഞങ്ങൾ എന്താണ് ചില അസാന്നിധ്യങ്ങളും നഷ്ടപ്പെടലുകളും മരണത്തിന്റെ വേദനയേക്കാൾ മേലെയാണ്. അതെ, അത് ഉറപ്പായിട്ടും. പക്ഷെ എപ്പോഴും അത് സങ്കടപ്പെട്ടിരിക്കണം എന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഇത് രണ്ട് കേസും എൻ്റയർലി ഡിഫറെന്റ് അല്ലേ. അത് പാർട്ട്ണറാണ്, ചില ദിവസം നമ്മളൊന്ന് നല്ല ഇതിൽ ഇരിക്കുകയായിരുന്നു. നേരത്തെ പറഞ്ഞു രണ്ടും ഭയങ്കരമായിട്ട് എൻ്റെ ഡിഫറെന്റ് അല്ലേ എന്നുള്ളത്. ഡിഫറൻസ് ഉണ്ട്. ഇത് പാർട്ട്ണർ ആയിട്ടില്ലേ എന്നുള്ളത് ശരിക്കും ഒരു ഉപ്പ മകൾ അല്ലെങ്കിൽ ഉമ്മ മകൾ ശരിക്കും പാരന്റ്സ് മക്കൾ എന്നുള്ള രീതിയിലേക്കുള്ള ബന്ധം അത്രത്തോളം ദൃഢമല്ലേ? ദൃഢമാണ്, അതല്ലാന്ന് പറയുന്നില്ല. കുട്ടികളും തമ്മിലുള്ളത് വീക്കാണെന്നല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ പാരൻസ് ആണെങ്കിലും ഞങ്ങളാണെങ്കിലും ഇപ്പോൾ ജീവനോടെ ഉണ്ട്. അല്ലാതെ ഇപ്പോൾ ഞങ്ങളുടെ ആരെങ്കിലും നഷ്ടമായിട്ട് ഞങ്ങൾ അവരെ പറ്റിയിട്ട് ഭയങ്കര ഇപ്പോൾ എന്താ പറയുക, ഞങ്ങൾക്ക് ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് രണ്ടുപേർക്കും. ഇപ്പോൾ അവർ ഇല്ല എങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ അവരെ പറ്റിയിട്ട് ആ സംഭവങ്ങൾ ചിലപ്പോൾ ഉള്ളിൽ വെക്കാം. ഇനി അവരെ ബാഡ് ആക്കണ്ട, അവരില്ലല്ലോ, എന്തിനാ അത് പറയുന്നത്, പോട്ടെ എന്ന് ഒരിതിൽ വരാം. പുള്ളിക്കാരി അതാ രണ്ടും ഡിഫറൻസ് അല്ലേ ഇപ്പോൾ. അപ്പം അങ്ങനെ ഒരു സംഗതിയിലോട്ട് പോകാനായിട്ട് ഇപ്പോൾ നമ്മളുടെ ആരും ഇവിടെ നഷ്ടമായിട്ടില്ല. ഓക്കെ, ദേ ആർ അലൈവ്, ഞങ്ങളും ജീവനോടെ. സംഭവിക്കാതിരിക്കട്ടെ എങ്കിലും നിങ്ങൾ ഭയങ്കര രണ്ടുപേരും ആക്റ്റീവായിട്ടിരിക്കുന്നവരാ സോഷ്യൽ മീഡിയയിൽ. നിങ്ങളൊരാളില്ലെങ്കിൽ ഇതേ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന പോലെ തന്നെ തുടരുമോ അത് നിർത്തുമോ? എന്താ നിർത്തും? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവാണ്, നിങ്ങൾ ഇൻഫ്ലുവൻസറാണ് അല്ലേ, പബ്ലിക് ഫിഗർ നമ്മളെന്താണോ അത് വെച്ച് ചെയ്തോണ്ടിരിക്കും. സുധി ചെയ്തോണ്ടത് തന്നെയല്ലേ. അത് നമ്മൾ ചെയ്യേണ്ട ഒരാൾ നഷ്ടപ്പെടുകയാണ്, ഒരാൾ ഇല്ലാതെയാവാണ്. ഇല്ല, എനിക്ക് മനസ്സിലായി. ഒരിക്കലും നമ്മളവിടെ ഇല്ല, നമ്മളൊരിക്കലും അത് അവിടെ സ്റ്റക്കായി നിൽക്കില്ല, നമ്മൾ മുന്നോട്ട് പോകും. അതങ്ങനെ തന്നെ ചെയ്യേണ്ടത്. അതൊരിക്കലും ഇല്ലാന്ന് പറയുന്നില്ല, ആ പുള്ളിക്കാരി അങ്ങനെ ചെയ്യേണ്ടത്. ചില വാക്കുകൾ പറയുന്നതും മേ ബി അത് ചിലപ്പോ എന്തോ പാളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതോ സംസാരിക്കാൻ അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ ചില നാട്ടിലെ ഓരോ സ്ലാങ് അങ്ങനത്തെ എന്തെങ്കിലും ഡിഫറൻസ് ആയിരിക്കാം. പിന്നെ ഞങ്ങൾ അങ്ങനെ ആലോചിച്ചത് റിയാക്ട് ചെയ്തതിന് ശേഷം എന്ന് കരുതിയിട്ട് പറയുന്നതിനോട് ആക്സെപ്റ്റ് ചെയ്തെന്നല്ല, അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആക്സെപ്റ്റൻസിന്റെ ആവശ്യമില്ല, പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷെ വേണ്ടാന്ന് തോന്നിയിരുന്നു. വേണ്ടാന്ന് തോന്നിയിരുന്നു, കുറച്ച് കൂടുതലായി പോയിട്ട് തോന്നിയായിരുന്നു. അത്ര മണ്ണിന്റെ അടിയിൽ സൂചിച്ചേട്ടൻ മണ്ണിന്റെ അടിയിലല്ലേ, അങ്ങനത്തെ ഉള്ളൊരു ഇതിൽ വരുമ്പോൾ മേ ബി അങ്ങനെ ആയിരിക്കും അവർ പറയട്ടോ, അറിഞ്ഞൂടാ. ചിലപ്പോൾ ചില നാട്ടിലെ ശൈലികൾ ഉണ്ടായിരിക്കാം, ശേഷം എന്നുള്ള പറയുന്ന പോലെ ശൈലികൾ ഉണ്ടായിരിക്കാം. അപ്പോൾ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം വരുമ്പോൾ അത് ഓഡിറ്റ് ചെയ്യപ്പെടും, അതിനെപ്പറ്റി ചർച്ചകൾ വരും. ഞങ്ങൾ മാത്രമല്ല റിയാക്ട് ചെയ്തത്, ഞങ്ങൾക്ക് മാത്രമാണ് നെഗറ്റീവ്സ് വരാനായിട്ട്. വേറൊരു കാര്യമുണ്ട്, സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ വരും, ഭയങ്കരമായിട്ട് ഇത് നമ്മളൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പലതരം അഭിപ്രായം വരുന്നു എന്നുള്ളത് ആരെവിടെ പറയുന്നത് കൂടി ആലോചിക്കണം. ഓക്കെ, ശരിക്കും അങ്ങനെ നോക്കാറുണ്ടോ? ഈ സോഷ്യൽ മീഡിയ ആളുകൾ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ വന്നേക്കാം, അവരെ നോക്കണം, അവരെ പരിഗണിക്കണം എന്ന് ചിന്തിച്ചവരല്ല നിങ്ങൾ രണ്ടുപേരും, അല്ലല്ലോ?
ഒരിക്കലല്ല, പറയാൻ വന്നത് കളഞ്ഞു കേട്ടോ. ഒരിക്കലല്ല. സോഷ്യൽ മീഡിയ ഇതാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ വിലയിരുത്തുന്ന മുൻവിധിയോട് എടുക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. സോ അവരെ മാനിക്കേണ്ടതുണ്ട്. നമുക്ക് അവരുടെ പാരന്റ്സ് ഉണ്ട്, നമുക്ക് സിബ്ലിങ്സ് ഉണ്ട്, അവരുടെ ലൈഫ് കൂടി ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചിട്ട് പ്രവർത്തിച്ചവരൊന്നും അല്ല അത് കിട്ടും. അപ്പൊ ഒരിക്കലും നമ്മളെ ലൈഫല്ലേ നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ശരിക്കും അതിലങ്ങനെ പറയരുത്. എന്ത് ഇത്തരത്തില് നോക്കി സംസാരിക്കേണ്ട, അങ്ങനെ പറയേണ്ട സോഷ്യൽ മീഡിയയല്ലേ എന്നുള്ള രീതിയിലേക്ക് ഞാൻ അങ്ങനെ പറഞ്ഞതില് ഇപ്പൊ ഞാൻ എൻ്റെ പാരൻസിനെ പറ്റിയിട്ട് എനിക്കുണ്ടായ ബാഡ് എക്സ്പീരിയൻസസിനെ പറ്റിയിട്ട് ഒരാൾ കമന്റ് സെക്ഷനിൽ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഞാൻ അതിന് ഇവിടെ വിഷമിച്ചിരിക്കുകയല്ല. അയാളുടെ ഒപ്പീനിയൻ ആണ് അയാൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞത്. നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, ഇറ്റ്സ് മീ who want to decide whether I want to take that to my head or not, അല്ലേ? പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ അവിടെ എന്താന്നുള്ളത് ഉൾക്കൊള്ളാൻ ഞാൻ പറഞ്ഞത് രേണുസുതിക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. ഇറ്റ്സ് ഹെർ വിഷ്. അത്രേ ഉള്ളൂ. പറയണോ വേണ്ടേന്ന് എന്റെ തീരുമാനമാണ്. ഇപ്പൊ റോഹൻ ആകെ ചോദ്യം ചോദിക്കണോ വേണ്ടെന്ന് റോഹന്റെ തീരുമാനം, ഇതിന്റെ തീരുമാനമാണ്. നേരത്തെ അതിൽ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റ്, അതായത് എന്ത് വേണം എങ്ങനെ വേണം നോക്കിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് തോന്നുന്നു നമ്മളങ്ങ് പറയാം, അവരെന്ത് വേണേലും എടുത്തോട്ടെ, അതാണ് കറക്റ്റ് അല്ലേ? അങ്ങനെ ഉദ്ദേശമല്ല പറഞ്ഞത്. നമ്മൾ പറയുന്ന പ്രസന്റ് ചെയ്യുന്നതിനൊരിതുണ്ട്, ആൾക്കാർക്ക് മനസ്സിലാവണം. നമ്മള് എന്റെ സ്ലാങ് മാറ്റാനോ കാര്യങ്ങളൊന്നും. ഇപ്പൊ നൂറ വേറെ സ്ലാങ് ആണ്, അവള് കുറച്ച് പ്രോപ്പറായിട്ട് സംസാരിക്കുന്നതാണ്, അല്ലെങ്കിൽ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ തന്നെയല്ലേ പറഞ്ഞത്, അതായത് ചിലപ്പോൾ പുള്ളിക്കാരിയുടെ സ്ലാങ് മാറിയത് കൊണ്ടാവാം അങ്ങനെ വന്നത്. നമ്മളത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും, അത്രേ ഉള്ളൂ. സംശയം തോന്നേണ്ട കാര്യമില്ല, പിടിക്കപ്പെടേണ്ട കാര്യമില്ല. കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകാന്ന് പറയുമ്പോൾ തന്നെ ഗേളാണ് പോകണമെങ്കിൽ ഗേളുടെ പേരാവും പറയും, ബോയ് ആണെങ്കിൽ ബോയുടെ പേരാവും. സമ്മതാണ്. പൊക്കോ വീട്ടിൽ വരുന്ന നിന്നു. ഓക്കെ, നിങ്ങളുടെ കാര്യത്തിലേക്ക് അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടായിട്ടും എങ്ങനെ പിടിക്കപ്പെട്ടത് എങ്ങനെ പോ? അത് എന്നെ നല്ല സ്ട്രിക്ട്ലി മോണിറ്ററിങ് ആയിരുന്നു. പണ്ടേ ബിഗ് ബോസ് ഹൗസിലാണെന്നാണോ പണ്ടേ പുള്ളിക്കാരി സംശയത്തിലായിരുന്നോ? അയ്യോ എവിടെ പോയാലും ബിഗ് ബോസ് അതല്ല. മനസ്സിലായ അതിലൊരു സമ്മതമൂലത്തിന്റെ പ്രശ്നമുള്ളൂ. നൂറ് ഓൾറെഡി മൈൻഡ് സെറ്റ് ആക്കി വെച്ചിരിക്കുക ബിഗ് ബോസ്. അതിലാണ് അവിടെ കേട്ടോ മൈൻഡിൽ ഊടിൽ ഉറക്കത്തിലും മറ്റേത് ഊണിൽ ഉറക്കത്തിലും അതിൽ പറയുന്നത്, ഊണിൽ ഉറക്കത്തിലും നൂറ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അല്ലേ? പണിയില്ലല്ലോ. വിഷയത്തിലേക്ക് വരും. ഓക്കെ, മുന്നേ തൊട്ടേ എനിക്ക് അടിയിലാണെങ്കിൽ 3 സിബ്ലിങ്സ് ഉണ്ടല്ലോ, അതായത് 3 ആൾക്കാരുണ്ട്. അപ്പോൾ ഉമ്മയും ഞങ്ങളെല്ലാവരും നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാനൊന്നുള്ള ഒരു ഇത് ഉണ്ടാവില്ല. എപ്പോഴും ഇങ്ങനെ എന്നെ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്ത്, അത് ഒരു വട്ടം പിടിച്ചാൽ പിന്നെ എപ്പോഴും നമ്മളെ ഡൗട്ട് ആയിരിക്കുമല്ലോ. അതേ തന്നെ ഇത് അനിയത്തിമാരോടുണ്ടായിരുന്നോ? എങ്ങനെ ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനം, അതോ നൂറയ്ക്ക് മാത്രമായിരുന്നു? ഉണ്ടായിരുന്നു. പിടിച്ചു കഴിഞ്ഞതിന് ശേഷം എന്നെ ഒന്നും കൂടെ മോണിറ്റർ ചെയ്യാൻ തുടങ്ങിയത്. എന്താ പിടിച്ചത്? എന്തായിരുന്നു അപ്പോൾ ശരിക്കും ചാറ്റിൽ? അല്ലേ? സംശയം വരും. ചാറ്റിൽ അത് എങ്ങനെ പ്രകടിപ്പിക്കും എന്നുള്ള രീതിയിലേക്ക് സ്വാഭാവികമായിട്ട് പിടിക്കപ്പെടുന്ന എത്രയും അഡ്വാൻറ്റേജസ് ഉണ്ട്. അല്ലെങ്കിൽ എന്തായാലും അറിയുന്നുണ്ടാവും. ശരിക്കും ഇഷ്യൂ നടന്നപ്പോഴല്ലോ അതിൽ തന്നെ അറിയുന്ന ഓരോ ഫാമിലിക്ക്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന അല്ല ഇപ്പൊ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും അറിഞ്ഞോളന്നില്ലല്ലോ. നമ്മൾ ചിലപ്പോൾ ബെസ്റ്റ് ബഡീസിനെ ആയിരിക്കും നമ്മൾ പറയാ ഇന്ന ആളെ ഇങ്ങനെ ഫാമിലിയിൽ അറിയുന്നുണ്ടാവുക. ശരിക്കും നിങ്ങൾ ഓൾറെഡി കൂട്ടായിരുന്നു എന്നുള്ള രീതിയിലേക്ക് അറിയാം ഉണ്ട് ആയിരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ചാറ്റ് സംശയത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് എങ്ങനെ അത് കിട്ടി? ശരിക്കും ഫോണൊക്കെ ശരിക്കും ചെക്ക് ചെയ്യോ? ഫോണൊക്കെ ചെക്ക് ചെയ്യും. പിന്നാണെങ്കിൽ എനിക്ക് ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കൊരു ഡൗട്ട് വരുമല്ലോ, എന്തിനാ അവള് ഫേക്ക് അക്കൗണ്ട് യൂസ് ചെയ്ത് ഞാൻ ചാറ്റ് ചെയ്യുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ഐ ലവ് യു പറയുന്നുണ്ട്. അപ്പൊ ഒരു സൈഡ് മാത്രം ഫേക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നല്ലോ, ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോ അല്ല അവിടുത്തെ ഫേക്ക് അക്കൗണ്ട് ആദിലോടാണെന്നുള്ളത് എങ്ങനെ മനസ്സിലായി? ഇവിടെ ഫേക്ക് അക്കൗണ്ട് ആയിരുന്നില്ല. ഒരുമിച്ച് പോവുമല്ലോ പുറത്തൊക്കെ ഫാമിലി ആയിട്ട്. അപ്പൊ അതിന്റെ പിക്സ് ഒക്കെ നമ്മള് ഒന്നും കളയാതെ ഷെയർ ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ഉള്ള പോലെ ഉണ്ട്. സോ ആ ശരിക്കും അങ്ങനെ ചാറ്റ് അങ്ങനെ തന്നെയായിരുന്നു. ഐ മീൻ പ്രണയം നമ്മൾ സംസാരിക്കുന്ന ഭയങ്കരമായിരുന്നു. നമ്മള് പിന്നെ പൈങ്കിളി മാത്രല്ല ഒരു സംസാരം എന്ത് ചെയ്യും നമ്മള് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ടേ നോക്കുമ്പോ എല്ലാം ഒത്തു വന്ന് രണ്ടുപേരും പെൺകുട്ടികളെ മുമ്പ് ഇപ്പൊ ശരിക്കും ക്ലാസ്സിലെ ബാക്കിയുള്ളവർക്ക് പ്രേമങ്ങൾ ഉണ്ടാവില്ല, അവരടുത്ത് ഷെയർ ചെയ്യുമല്ലോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. നിങ്ങൾ ഷെയർ ചെയ്യുന്നില്ല, അവർ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. ശരിക്കും അവരിങ്ങനെയാണ് അവർ സംസാരിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ പുറത്തു പോലും നടക്കുമെന്നറിയില്ല, പുറത്തു പോകുകയാണെങ്കിൽ പോലും മീറ്റ് ചെയ്യുന്നതാണെങ്കിൽ പോലും ശരിക്കും അവരുടെ പ്രണയം പോകുന്നത് ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി ധാരണ ഉണ്ടാവും അല്ലേ? ശരിക്കും നിങ്ങൾ സ്വയമേ സാധനം വിലയിരുത്താറുണ്ടോ? ഞാൻ കേട്ടത് പ്രണയം എന്തോ ഞങ്ങളിൽ നടക്കുന്നത് എന്തോ അങ്ങനൊക്കെ ഒരു
നമ്മള് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു സംഗതി തോന്നിയിട്ടില്ല. ഇല്ല. ഓക്കെ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ടാവുമല്ലോ. ഓക്കെ, ദിസ് ഇസ് ദ വേ ഐ ഹാവ് ടു എക്സ്പ്രസ്, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് സ്യൂട്ട് ആവുന്നത്. പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് സൗദിയിൽ നിന്ന ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായ ഒരു ടൈമിൽ അവിടെ എന്താ പറയുക, നമ്മൾ കാണുന്നതും എല്ലാം തന്നെ ഒരു ബോയ് ഗേൾ റിലേഷൻഷിപ്പ്, പിന്നെ സൗദിയിലാണെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. സോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഓ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നമ്മളാണെങ്കിലും എനിക്കൊരു ഗേളിനോട് ഇഷ്ടമാണ്, അത് എങ്ങനെ പറയും, ആരോട് എക്സ്പ്രസ് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു. ഇതൊക്കെ ഉണ്ടായിരുന്നു സൗദിയിൽ നിൽക്കുന്ന ടൈമിൽ. ഇവൻ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് വരെ പണിങ്ങി, നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇല്ല പക്ഷെ എന്റെ കോളേജിൽ കുറച്ച് പേരോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്റെ ആരോടും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായില്ല. ഇല്ല, അവിടെ ഉൾക്കൊള്ളാൻ അവര് തയ്യാറായിരുന്നു ശരിക്കും. അവർക്ക് ഓൾറെഡി ഞാൻ കുറെ കോളൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇവളൂടെ അന്ന് അറിഞ്ഞപ്പോൾ അവർക്ക്, പിന്നെ ഞാനായിട്ട് അങ്ങോട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ റിലേഷൻഷിപ്പ് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കൊരു എന്തോ ഒരു സംതൃപ്തിയാവും പറയുമ്പോൾ. ഇതിൽ എപ്പോഴെങ്കിലും ഇപ്പം അതിൽ കുറേ കൂടി ഇത് പറയാൻ തയ്യാറായ ഒരു സംതൃപ്തിയുടെ ഘടകമുണ്ട്. ഇതിൽ എപ്പോഴും ഒരു ചിന്ത വന്നിട്ടുണ്ടോ, ഇനിയിപ്പോൾ എങ്ങാനും ഇനിയിപ്പോൾ നൂറേണ വേറെ ഏതെങ്കിലും ബോയ്സ് നോക്കിയോ, അല്ലെങ്കിൽ അതിൽ തന്നെ വേറെ ഏതെങ്കിലും ബോയ്സ് നോക്കുന്നത് നൂറയ്ക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നോ? ഇനി വേറെ എന്തെങ്കിലും ബോയ്സ് പൊസസീവ്നെസ് ഒക്കെ പൊസസീവ്നെസ് മെല്ലെ നമ്മളത് ഇൻസെക്യൂർ ആവുക അല്ലേ? ഇൻസെക്യൂർ അല്ല, പൊസസീവ്നെസ്. എന്തിനാ നമ്മുടെ ആളെ നോക്കുന്നത്, നമുക്ക് സമയം കിട്ടുന്നില്ല, നമ്മളടുത്തില്ലല്ലോ. അപ്പൊ നമുക്കൊരു പൊസസീവ്നെസ് ഉണ്ട്. അത് സംഭവിച്ചിട്ടുണ്ട്. കാണിക്കോ, അത് പ്രകടിപ്പിക്കോ? പിന്നെ അപ്പ ഭയങ്കര പൊസസീവ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ പൊസസീവ് ഒന്നും. ഈ ചട്ടിങ്കലെ തട്ടിമുട്ടിരിക്കുന്നത് പറഞ്ഞ പോലെ ഡാമേജ് ഉണ്ടാവണോ തട്ടിമുട്ടിലാണോ? ഡാമേജ് ഇല്ലാതെ. ഇല്ല, അത് ഞാൻ പണിയിൽ പോയാൽ പെട്ടെന്ന് മിണ്ടും, പക്ഷെ തിരിച്ച് മിണ്ടും ഇവളല്ലായിരിക്കും എന്നോട് മിണ്ടുക. ഇവക്ക് കുറച്ചുകൂടെ നിക്കും. ഞാനായിരിക്കും തുടങ്ങുന്നത്, പൊതുവെ ഞാനാ തുടങ്ങല്, കാരണം ഇവള് മിക്സ്ഡ് ആണല്ലോ. ഇതില് നിൽക്കുന്നോണ്ടാണ് ശരിക്കും കാലൊക്കെ ഭയങ്കര പരിക്കായിട്ട് ഒരാള് വന്നിരിക്കുന്നത്. പുറത്ത് പറയുന്ന വണ്ടിയിൽ നിന്ന് വീണുന്നാണ്, യാഥാർത്ഥ്യം എന്താണത് വീട്ടിൽ നടന്നല്ലേ? തട്ടിമുട്ടില് ഭയങ്കര കാര്യമായിട്ട് തട്ടിമുട്ടിലാക്കിയിട്ട് ഇതിലിപ്പോ ഞാനായിരിക്കും അല്ലേ? ശരിക്കും തട്ടിമുട്ടി കുറച്ച് കനത്തിലായിണ്ടോ അങ്ങനെയൊന്നുമില്ല. പറഞ്ഞു വന്നെങ്കിൽ ശരിക്കും അപ്പൊ അങ്ങനെ ഒരു പ്രപ്പോസൽ സീനൊക്കെ ഉണ്ടായിട്ടുണ്ടോ ശരിക്കും? പ്രപ്പോസൽ വന്ന വീട്ടിൽ നിന്ന് പ്രപ്പോസൽസ് ഒക്കെ ഒരുപാട് വരും. ഇത് അറിയുന്നേക്കാളും അറിഞ്ഞിട്ടോ? രണ്ടും അറിഞ്ഞതിന്റെ മുന്നേ ശേഷം. ആ സൈഡ് ഒന്നും കൂടെ പെട്ടെന്ന് കല്യാണം നോക്കും. പെണ്ണ് കാണലുണ്ടായിട്ടുണ്ടോ? പെണ്ണ് കാണലൊക്കെ ഉണ്ടായിട്ടുണ്ട്. രണ്ടു കൂട്ടർ ഇല്ല, അവക്ക് എനിക്ക് നമുക്കന്ന് നോക്കി തുടങ്ങിയിട്ടില്ല വീട്ടിൽ നിന്ന്. കുറച്ചില്ല, അവിടെ മലബാർ സൈഡിൽ കുറച്ചുകൂടി നേരത്തെ തോന്നും. പെണ്ണുകാളിൽ നിന്ന് കൊടുക്കുമ്പോൾ എന്തായിരുന്നു ശരിക്കും? എന്റെ സമ്മതമല്ലാണ്ടാണ് എന്നെ കണ്ടിട്ടുണ്ടോ ഒന്ന് അങ്ങനെ നിന്ന് ഒരു എന്നോട് നിൽക്കാൻ പറയൂ, അല്ലെങ്കിൽ അവിടെ വലിയ പ്രശ്നം ഉണ്ടാവും, എന്നെ മാനിപ്പുലേറ്റ് ചെയ്യും, ബ്ലാക്ക്മെയിൽ ചെയ്യും. അപ്പൊ ഞാൻ എന്തായാലും നടക്കാൻ പോകുന്നില്ല, ഞാൻ പോയി. ആരെങ്കിലും കണ്ട് സംസാരിച്ച പയ്യന്മാരോട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടോ? എന്താ തുറന്നു പറഞ്ഞ അവരോടത്ത്? ഞാൻ തുറന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്താ പേര്? പേര് പറഞ്ഞു, അത്ര തന്നെ. ആണ് ഇഷ്ടമല്ല എന്നുള്ള രീതിയിലേക്കോ അങ്ങനെയൊന്നും ഞാനായിട്ട് പറയാം, എന്തായാലും നടക്കൂല, എനിക്കറിയാം. അപ്പം ഞാൻ ഒന്നും പറയൂല. അത്ര സിറ്റുവേഷനിൽ ഒരു സിനിമാറ്റിക് വേർഷനിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു ആക്ഷനോ ഡ്രാമ പരിപാടികളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പോയി കരയും, നിലവിളിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ബിക്കോസ് ഇത് എന്താ പറയുക, ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും അതെന്തായാലും ഇവർ ഓക്കെ നല്ലതാണെങ്കിൽ അത് ചെയ്യും എന്നുള്ളൊരിതിൽ പോവുമായിരുന്നു. അങ്ങനെ അല്ലാതെ ഒരു സിനിമാറ്റിക് വേർഷൻ അങ്ങനെയൊന്നും പോയിട്ടില്ല, ഉണ്ടായിട്ടില്ല എന്നല്ല നമ്മൾ കാണാത്ത ഒരു സംഭവം എന്നുള്ള രീതിയിലേക്ക്. ഞാൻ ചോദിച്ചു വന്ന പ്രപ്പോസൽ നിങ്ങൾ തമ്മിലുള്ളതിൽ അങ്ങനെ പ്രപ്പോസൽ അങ്ങനെ തുറന്നു പറച്ചിലുണ്ടായിട്ടുണ്ടോ ശരിക്കും? കുറച്ച് ക്രിഞ്ച് ആയിട്ടുള്ള രീതിക്കല്ല, ഇങ്ങനെ പറഞ്ഞു. നമ്മൾ വന്ന് നോക്കുമ്പോൾ എല്ലാം ഒത്ത് വന്ന് നോക്കുമ്പോൾ രണ്ട് മുസ്ലിം ഫാമിലി, കുഴപ്പമില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും, നല്ല അങ്ങനെയുള്ള വാക്കുകളൊക്കെ ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ടല്ലേ? ഇപ്പം നോർമലി പറയുമ്പോൾ ശരിക്കും ഇന്റർകാസ്റ്റ് ഇന്റലിജൻസ് സാധനം വരുമ്പോൾ പറയും സെയിം ഇതായിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്നുള്ള സ്കൂൾ ടൈമിലൊക്കെ വരും അല്ലേ വാക്കുകൾ പറയാറുണ്ട്. ഇവിടെ ബാക്കിയൊക്കെ ഉപയോഗിച്ചു വന്നു, പക്ഷേ അല്ലേ ഒരാളാണായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നല്ലേ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ആണായിരുന്നെങ്കിൽ ആ ഒരു ടൈമിൽ കേട്ടോ. ഓക്കെ, പക്ഷേ അതായത് ബൈ ബർത്ത് ആണായിരുന്നെങ്കിൽ എന്നുള്ളൊരു ആരെങ്കിലും ഒരാള്, അപ്പൊ എന്തൊരു എളുപ്പമായിരുന്നു, ഒരു പ്രശ്നമില്ല. ഞങ്ങൾ അന്ന് സൗദിയിലുള്ള ടൈമിലാണ്. ഓക്കെ ഞങ്ങൾ വിചാരിക്കും ഓക്കെ ഞങ്ങളെ പ്രശ്നമാണോ ഇനി, കാരണം
കാണുന്നിടത്തിലും പിന്നെ പാരൻസ് ആണെങ്കിലും ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ എല്ലാം കൊണ്ട് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഫേസിലൂടെ പോയിക്കാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ടോക്കിലോട്ട് ശരിക്കും പോണത്. അങ്ങനെ പിന്നെ പറഞ്ഞത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടെന്നുള്ളൊരു സംഗതി പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു സംസാരത്തിന് ശേഷം. ഉണ്ട്. ഈ ആളുകൾക്ക് നമ്മളിപ്പോഴും പറയുന്നതാണ്, ഈ കല്യാണം കഴിക്കുമ്പോൾ തന്നെ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ശരിക്കും നിങ്ങൾക്ക് വയസ്സാം കാലത്ത് ഒരു കൂട്ട് വേണ്ടേ അല്ലെങ്കിൽ ഒരു താങ്ങായിട്ട് വേണ്ടേ എന്നുള്ളൊരു സാധനം. ശരിക്കും അത്തരം സ്റ്റേറ്റ്മെന്റിനോട് യോജിപ്പുണ്ടോ? ഇല്ല, കാരണം നമുക്ക് എങ്ങനെ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും? ഇപ്പൊ പ്രായമായി കഴിഞ്ഞാൽ മക്കള് നമ്മളെ നോക്കുന്നുള്ളത്, അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് നിൽക്കാൻ പറ്റൂലല്ലോ. പറ്റില്ല. ഇല്ല, തീരെ പറ്റൂല. ഉറപ്പായിട്ടും അത് മനസ്സിലായി. അല്ല, ഒട്ടും പറ്റില്ല. സീരിയസ്ലി നമുക്ക് എങ്ങനെ ഗ്യാരണ്ടി ചെയ്യാൻ? അതിലെല്ലാം വേറെ രീതിയിലേക്ക് പോകുന്നത് കേട്ടോ, എനിക്ക് തോന്നുന്നുണ്ട് വേറെ രീതിയിലേക്ക് പോകുന്നത് അതിലൊക്കെ. ശരിക്കും കാരണം ഒരാളെ നമ്മൾ ഭൂമിയിലോട്ട് മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുത് അല്ലേ? അത് നമ്മുടെ ഒരിക്കലും അങ്ങനെ ആവുകയും ചെയ്യരുത് കേട്ടോ. എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു മക്കളെ എക്സ്പെക്ടേഷൻ വെച്ച്, അതായത് ഒരു പ്രായം നോക്കും ഓൽക്ക് ഇന്ന ബേർഡൻസ് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കരുത്. അത്തരമൊരു ഇഷ്ടങ്ങൾ അവരിലേക്ക് നിങ്ങൾ കൊടുക്കും. അപ്പം നിങ്ങളുടെ ഇഷ്ട താല്പര്യങ്ങൾ അവർ വളർന്നു വരുമ്പോൾ ഉണ്ടാവുമല്ലോ, തിരിച്ചത് അവരെ കാണിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും മക്കളോട്? അതായത് മക്കളെ നമ്മളോട് അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പൊ എന്ത് ഇഷ്ടങ്ങളാണ് രോഹൻ ചോദിച്ചത്? അതായത് നമ്മളെ നോക്കണം, അങ്ങനെയാണോ? എന്തു തന്നെയാണെങ്കിലും ഇപ്പം സ്നേഹം അത് നമുക്ക് തിരിച്ചും കിട്ടിയാൽ കൊള്ളാന്നൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെ അല്ലാണ്ട് വേറൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല നമ്മളൊരു കുട്ടീനെ റേസ് ചെയ്യുക. അങ്ങനെ ചെയ്യാനും പാടില്ല. ലൈക്ക് അവരൊരു ഇൻഡിവിജ്വൽ ആണ്. ഇപ്പം നമ്മളൊരു കുട്ടീനെ നമ്മുടെ ഫാമിലിയിലോട്ട് വെൽക്കം ചെയ്യുന്നത് നമ്മുടെ ഫാമിലി എക്സ്പാൻഡ് ചെയ്യാനാണ്. അല്ലാതെ ഓക്കെ ഞാൻ പറയുന്നത് ഈ കുട്ടിയിലൂടെ എനിക്ക് സാക്ഷാത്കരിക്കാനാണ്, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലൂടെ കൊണ്ടുവരുന്നത് പ്രശ്നകരമാണ്. ഈ ഇഷ്ടം വ്യക്തിപരമാണ് അല്ലേ? അവനവൻ്റെ ഇഷ്ടമാണ് ആരോട് തോന്നണം എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. നിങ്ങൾ രണ്ടുപേരുടെ ഇഷ്ടം അങ്ങനെ ഒരുമിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഒരുമിച്ചുള്ളൊരു യാത്ര അങ്ങനെ തുടങ്ങി എന്നുള്ളത്. ഇപ്പോൾ ആരോട് വേണമെങ്കിലും ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ പ്രണയത്തിൽ എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ ഒരുമിച്ച് ജീവിച്ചവർ തന്നെ, ഇപ്പോൾ ലവ് മാരേജിൽ തന്നെ വീട്ടുകാരുടെ എതിർപ്പോടൊക്കെ കൂടി വന്ന് ജീവിച്ചു തുടങ്ങിയവരുടെ കുറേ കഴിഞ്ഞപ്പോൾ പല അഭിപ്രായ വ്യത്യാസങ്ങളിൽ മാറിയിട്ടൊക്കെ പോയിട്ടുണ്ട്. നിങ്ങളിലെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ ഒരു ഇഷ്ടക്കേടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു മറ്റൊരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ കൂടി നിങ്ങൾ തയ്യാറാണോ? എന്താ ഈ ഒരു ഇഷ്ടം മാറിയാൽ? ഇഷ്ടം മാറൂല. നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതും ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആദ്യം പറഞ്ഞു. എങ്കിൽ പോലും നമുക്കിപ്പോൾ വീട്ടുകാർ ഒരുപാട് എതിർത്ത പ്രണയവിവാഹങ്ങളിൽ തന്നെ കുറേ കഴിഞ്ഞിട്ട് എതിർപ്പുണ്ടായിട്ടും ഡിവോഴ്സിനായിട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും അത്തരത്തിൽ നിങ്ങളൊരു ഇഷ്ടം അങ്ങനെ ഒരു മാറ്റം വന്നാൽ ആ ആളുടെ ഇഷ്ടത്തെയും അനിഷ്ടത്തെയും ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാണോ? ഇപ്പോൾ ശരിക്കും ബുദ്ധിമുട്ടാണ്. ഉൾക്കൊള്ളില്ല എന്നല്ല, മേ ബി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കി വരാൻ ബുദ്ധിമുട്ടാണ്. അത് ഓക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണോ? എല്ലാ റിലേഷൻഷിപ്സും 100% സക്സസ്ഫുൾ ആയിട്ട് പോകണമെന്നില്ല, പോകുന്നവരും ഉണ്ട്. പോവാതിരിക്കുക. കാരണം കുറേതിലും ഇപ്പോൾ നേരത്തെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കാര്യം ഞങ്ങൾ റിയാലിറ്റിയിലോട്ട് വന്നപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നതെന്നുള്ളത് അല്ലേ? നമ്മൾ മുന്നിലേക്ക് കടക്കുമ്പോഴാണ് തിരിച്ചറിവ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. കുറേയൊക്കെ മറ്റേത് ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ള ആഗ്രഹത്തിലാവും പോകുന്നുണ്ടാവുക. പോകെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ അത്തരത്തിൽ അനിഷ്ടങ്ങളോ അല്ലെങ്കിൽ ഒരു ഇഷ്ടം മാറിയാലോ അല്ലെങ്കിൽ പഴയ പോലെ ഇഷ്ടപ്പെടാൻ സാധിക്കുക അല്ലെങ്കിൽ കുറേ സംഭവങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും ഒപ്പമുള്ള ഒരാളെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ശ്രമിക്കാൻ തയ്യാറാണോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. കാരണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇയാൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ പറ്റുക നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ പ്രായം കൂടുന്തോറും പ്രായവർക്ക് കുട്ടികളുടെ സ്വഭാവമാണെന്ന് പറയില്ലേ, മാറും. ഞാനുള്ളും കുറേ ഇവോൾവ് ആയിട്ടുണ്ട്, ബിഹേവിയറിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. പ്രേമിച്ചിരുന്ന ആ ഒരു സമയത്തെ ബിഹേവിയർ അല്ല ഇപ്പോൾ, അപ്പോഴത്തെ ഒരു ലൈഫല്ല. പക്ഷേ റെസ്പോൺസിബിലിറ്റി വന്നതിൻ്റെ ആവാം, മേ ബി ട്രോമയുടെ ആവാം, നമുക്കറിയില്ല. ലൈക്ക് നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണല്ലോ നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കുക ഒരാളെ. 24/7 അയാളായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴും കാര്യങ്ങളൊക്കെ. മറ്റേത് സ്കൂളിൽ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം അങ്ങനെയാണല്ലോ കാണുക. അല്ലാതെ നമ്മൾ ഇത് പറ്റില്ല, റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയില്ല എന്നൊന്നും അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. എനിക്കും അത് തന്നെ തോന്നിയത്. നോട്ടത്തിൽ വേറൊന്നും കരുതാൻ ഞാൻ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കും സംസാരിക്കുമ്പോൾ എന്താ പറയണ്ടത്. നിങ്ങൾ വാക്കുകളാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നന്നായിട്ട് സംസാരിക്കുന്ന കണ്ണുകളിലൂടെയാണ് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഇല്ല, ശരിക്കും ടെലിപ്പതി ഇല്ല, വെറുതെ നോക്കുന്നു. ഇല്ല, അതെന്താ അറിയോ, അത് ആക്ച്വലി വെറുതെ നോക്കുന്നത്. ഓക്കെ, ഞങ്ങൾ രണ്ടാളും കൂടി പറഞ്ഞ് ക്ലാഷ് ആക്കണ്ടല്ലോ. അപ്പോൾ പറഞ്ഞോട്ട് പറയാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് നിർത്താം. സംസാരത്തിൽ മാത്രമാണോ അതോ ഇങ്ങനെ അപ്പിയറൻസിൽ കാണുന്നതിലുണ്ട് ഈ ആഗ്രഹം? ഇപ്പം ഇന്നത് സംസാരിക്കുന്ന ആഗ്രഹങ്ങളെ പോലെ ഇന്നത് ഇങ്ങനെ ഇട്ടാൽ കാണാൻ ഇഷ്ടമാണ്, ഇങ്ങനെ ഡ്രസ്സ് ചെയ്താൽ കാണാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആതിരയ്ക്ക് വേണ്ടി നൂറയ്ക്ക് വേണ്ടിയിട്ട് അതിൽ അങ്ങനെ ഡ്രസ്സ് ചെയ്യാറൊക്കെ ഉണ്ടോ? ഡ്രസ്സ് ചെയ്യലുണ്ടാവും. എന്നെ സാധനം ഇട്ടാൽ ഭംഗി ഉണ്ടാവും, കണ്ടാല എനിക്ക്
എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ എങ്ങനെ കണ്ടാലാണ് ഇഷ്ടം എന്നല്ല, ഒരു ഇന്നതിട്ട് ഓരോന്ന് എന്തെങ്കിലും ഒരു രീതിക്ക് വരാനൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ നമ്മള് അത് പറയലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഭംഗിയുണ്ട് അങ്ങനെയൊക്കെ പറയും. ഇന്നതിട്ടാ ഭംഗി ഉണ്ടാവും പറയലുണ്ട് കേട്ടോ, ശരിയാണ്, പറയലുണ്ട്. ഉണ്ട്. ശരിക്കും അങ്ങനെ നോർമലി എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞ ഇപ്പം ഈ പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു ഡിഫറൻസ് എന്താ ശരിക്കും നമ്മൾ തമ്മിൽ ഒരുമ ജീവിച്ചതിന് ശേഷം? നോക്കാൻ പാടില്ലല്ലേ? എല്ലാം കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ട് ലാസ്റ്റിലേക്കാണ് നോക്കാൻ പാടില്ല. അതൊരു കോപ്പി അടിച്ചിട്ട് ലാസ്റ്റ് പറയുമോ കോപ്പി അടിക്കാൻ പാടില്ല. ഇത് 2 മണിക്കൂർ എന്താ വന്നതെന്ന് വെച്ചാല്, എനിക്കെന്ന് പറയുന്നത് ഞാൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. അത് ഓള് ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. മുന്നേ ഇപ്പം നമ്മൾ കാണുന്നില്ലല്ലോ ഞാൻ എത്രത്തോളം റെസ്റ്റ്ലെസ് ആണെന്നുള്ളത് ഓള് കാണുന്നില്ല. അപ്പോൾ ഓള് ചോദിക്കും ഇത്രത്തോളം റെസ്റ്റ്ലെസ് ആയിരുന്നു ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്നുള്ളത്. ഞാൻ ഇടയ്ക്ക് പറയും ഒന്ന് ബ്രീത്ത് ചെയ്യ്, റഷ് ചെയ്യല്ലേ, സമാധാനമായിട്ടിരിക്കും, നമുക്ക് ആരുടെയും കല്യാണം കൂടാൻ പോകാനില്ല, മെല്ലെ മതി, അങ്ങനെ ഞാൻ പറയലുണ്ട്. കാരണം എനിക്ക് റഷ്യയിൽ കാണുമ്പോൾ എനിക്കൊരു ശ്വാസം മുട്ടാം, എനിക്കൊന്നും തലയിൽ ഓടില്ല, ഞാൻ ബ്ലാങ്ക് ആയി പോകും. എനിക്കങ്ങനെ ധൃതി പിടിച്ച് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ പറയും. അപ്പോൾ അവള് ഓക്കെ ഞാൻ റഷ് ചെയ്യുന്നുണ്ടല്ലേ, അതൊന്ന് റിയലൈസ് ചെയ്തൊന്ന് കാമാവും. ഒന്ന് കാമാവ് പറഞ്ഞാൽ സംസാരം അങ്ങനെയല്ല, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, അയ്യോ ഇത് തീർക്കണം അത് തീർക്കണം, അങ്ങനത്തെ ഉള്ളൊരു വെപ്രാളം. പിന്നെ ഇവളെ കാര്യം പറയുകയാണെങ്കിൽ ഇവള് തിരെ പങ്ക്ച്വൽ അല്ല എന്നുള്ളത് ഞാൻ ഇവളെ അറിയുന്നത്. അതായത് നമ്മൾ ഒരുമിച്ച് കറക്റ്റ് കാര്യത്തിന് പങ്ക്ച്വലാവേണ്ട സമയത്തായി, കൃത്യമായിട്ട് കാണേണ്ടവരെ കണ്ടു, സംസാരിക്കേണ്ടവരെ സംസാരിച്ചു, അല്ലേ? ഏറ്റവും ചെയ്യേണ്ട ഒരു സമയത്ത്, ഞാൻ 3 വർഷം മുമ്പത്തെ കാര്യം പറഞ്ഞു, അത് ചെയ്യേണ്ട സമയത്ത് കറക്റ്റ് കാര്യം ചെയ്തു. ആൾക്ക് വേണ്ട കാര്യം ആള് പങ്ക്ച്വലായിട്ട് പെട്ടെന്ന് ചെയ്യും. ഓക്കെ, ഇപ്പൊ കുറച്ചൊരു ഇതാണെന്ന് വെക്ക്, പ്രയോറിറ്റി കുറഞ്ഞ സാധനമാണെങ്കിൽ ഓക്കെ പിന്നെ ചെയ്യാം അങ്ങനത്തെ ഒരു സാധനം. അപ്പോൾ ശരിക്കും ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് ബിഹേവ് ചെയ്യാൻ അല്ലേ പറ്റുന്ന ഒരാളാണെന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു ഇത് കുറേ വാർത്തകളും വിശേഷങ്ങളോടൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ ഒരു ജീവിതം ഇത്രയും സ്ട്രഗിൾ ചെയ്തു, ഇത്രയും അല്ലെങ്കിൽ ഓവർകം ചെയ്തു വന്നിട്ടുണ്ട്, അതൊരു സിനിമയാക്കാൻ ഒരാൾ സമീപിച്ചാൽ തയ്യാറാവുമോ? ബുക്കായിട്ട് ഞങ്ങൾ എഴുതണം എന്ന് ആഗ്രഹമുണ്ട്. ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? അങ്ങനെ കഥ ഷെയർ ചെയ്യുമോ എന്നുള്ളതില്. പക്ഷെ നമുക്കത് അത്ര ജെനുവിൻ ആയിട്ടൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. ഇല്ല, ഇൻഡസ്ട്രിയിൽ നിലവിലുള്ള ആളുകളായിരുന്നോ, പുതിയ ന്യൂ ഫേസസ് ആയിരുന്നോ, ഡെബ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ന്യൂ ഫേസസ് ആയിരുന്നു തോന്നുന്നു. ന്യൂ ഫേസ് ആയിരുന്നു. സംസാരിച്ചു, കഥ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ പറഞ്ഞത്? സിനിമയ്ക്ക് കഥ ഷെയർ ചെയ്യോ, നമുക്ക് നേരിട്ട് കാണാം, അങ്ങനത്തെ ഉള്ള രീതിക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നമ്മളെ എക്സാക്ട് സ്റ്റോറി അല്ലായിരുന്നു കേട്ടോ, അതായത് നമ്മളെ കുറച്ച് സ്റ്റോറിയെ അവരെടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്, വേറെ അല്ലാതെ നമ്മുടെ മൊത്തം എടുക്കാനും അങ്ങനെ ചോദിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതിലേക്ക് നിലവിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഥ മുഴുവനായിട്ട് എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഐ മീൻ നിങ്ങൾക്ക് ഓക്കെയാണ്, അത്ര നിങ്ങളുടെ കഥ സിനിമയിലോട് കൂടി അറിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്? നല്ലതല്ലേ? ഉണ്ട്. ഏത് രീതിയിലാണ് നല്ലതെന്ന് പറയാൻ കാരണം കുറേ പേരിലേക്ക് അത് ഒരു എത്തും. കാണുമ്പോൾ ഇപ്പോൾ ഞങ്ങള് നമ്മുടെ ലൈഫ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫേസിൽ ഒന്നായിരുന്നു, ഒരു ഫേസിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അതാവുമ്പോൾ ഒരു 2-2.5 മണിക്കൂർ മൊത്തം കുറച്ച് കളർഫുൾ ആയിട്ട്. അങ്ങനെ 2-2.5 മണിക്കൂറിൽ നിങ്ങളുടെ കഥ വരുമ്പോൾ ബിഗ് സ്ക്രീനിൽ നിങ്ങളുടെ വേഷങ്ങൾ ആര് ചെയ്യണമെന്ന് ആഗ്രഹം? അങ്ങനൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് ട്രോളായി അതിലിപ്പോ എന്താ പ്രശ്നം? ഇല്ല സത്യമായിട്ട് എനിക്ക് അത് ഞാൻ വെറുതെ റാൻഡം ആയിട്ട് പറഞ്ഞതാ. എനിക്ക് നയൻതാര ആരാ? നയൻതാര ആരായിരുന്നു? അത് തീരുമാനിച്ചിട്ടില്ലായിരുന്നു. ഇല്ല, എന്നാലും ഉണ്ടാവുമല്ലോ. അതായത് 2 പേര് ഫേസ് ചെയ്ത് 2 കാര്യങ്ങളല്ലേ. ഇപ്പോൾ അതിൽ അന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ശരിക്കും 100 അവിടെ നിന്ന് അറിയുന്നില്ല അല്ലേ. അപ്പൊ ഫൈറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ. അപ്പൊ ഇന്നർ റോൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട് ശരിക്കും. അങ്ങനെ ശരിക്കും ആരാ ശരിക്കും 2 പേരും ആദിലയുടെ ക്യാരക്ടർ ശരിക്കും മൂവിയിൽ വരുമ്പോൾ ആരായിരിക്കും? അങ്ങനെ ആലോചിച്ചിട്ടില്ല ശരിക്കും. ആലോചിച്ചു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഏതൊരു ആ ഒരു വേഷം, മാതിലയുടെ വേഷം ബിഗ് സ്ക്രീനിലോട്ട് വരുമ്പോൾ, സിനിമയിലോട്ട് വരുമ്പോൾ, റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ ആരായിരിക്കണം എന്നാണ് ആഗ്രഹം? നയൻതാര. ഓക്കെ. നൂറയുടെ ക്യാരക്ടറോ? എനിക്കില്ലേ ഈ ആക്ട്രസിന്റെ ഒന്നും വലിയ പേരൊന്നും വലിയൊരു പിടുത്തല്ല. അതിലെ സജസ്റ്റ് ചെയ്യൂ. അതിലെ 2 ഫേസും കണ്ടല്ലേ. നൂറയുടെ ക്യാരക്ടർ ആര് ചെയ്യണം? സജസ്റ്റ് ചെയ്തു. ഒരു മല്ലു ആക്ട്രസ്. അതായത് അതിലെ നയൻതാര പറഞ്ഞെന്നറിയോ, എന്തായാലും സിനിമ പാൻ ഇന്ത്യ ലെവലിൽ പോണം. നയൻതാര മലയാളം, തമിഴ്, തെലുങ്ക് എന്തൊക്കെ പരിപാടി ഉണ്ട് അല്ലേ? ഇല്ല, മോള് തന്നെ പറഞ്ഞു ട്രോളൂല. ആ പേര് അറിയാഞ്ഞിട്ടാന്ന് തോന്നുന്നു. എന്നാലും പറഞ്ഞു അറിയുന്ന ഒരു പേരിൽ ഒരാൾ അവനവനെ നമ്മളോട് അറിയുന്നത് വേറെ ആൾക്ക് അറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആരായിരിക്കും ക്യാരക്ടർ? പേരൊക്കെ പറഞ്ഞ അതില മൈൻഡിലുള്ളത് ചുമ്മാ പറയല്ല, അങ്ങനെ ആ ക്യാരക്ടറിന് ഉൾക്കൊള്ളാൻ പറ്റിയൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ആർക്കായിരിക്കും?
അതെയോ തമന്നയാണോ പറഞ്ഞേ? അന്ന് സമന്തിയായിരുന്നു പറഞ്ഞത്. ആണോ? ഓക്കെ, ലെറ്റ്സ് ടേക്ക്. പക്ഷെ നൂറയുടെ ഫേവറേറ്റ് ആക്ട്രസാ തമന്ന അല്ലേ? അവർക്ക് അങ്ങനെ ഫേവറേറ്റ് ഇല്ല എനിക്ക് അങ്ങനെ ഫേവറേറ്റ്സും ഇല്ല. ഇല്ല. സമന്ത, ലെറ്റ്സ് ടേക്ക് സമന്ത. പക്ഷെ എവിടെയോ വീഡിയോയിൽ ചെയ്തു തമന്ന അങ്ങനെ പറഞ്ഞ കേട്ടിട്ട് അല്ലേ? അത് തന്നെ ആയിരിക്കാം. ഇതായിരിക്കും ഇത് തന്നെ ആയിരിക്കും ആണെന്ന് തോന്നുന്നു. അങ്ങനെ നിങ്ങളുടെ ജീവിതം ഒരു സിനിമയാക്കുകയാണെങ്കിൽ ആ സിനിമയ്ക്ക് നിങ്ങൾ എന്ത് പേരിടും? വേറെ ചോദിക്കി, അതങ്ങനെ ഓർമ്മ വരൂല. ഓർമ്മ വരുന്നു. പണ്ട് എഴുതി വെച്ചത് പറയാനല്ല പറഞ്ഞു, ഇപ്പൊ തോന്നുന്നു പറഞ്ഞാൽ മതി. പണ്ട് എഴുതി വെച്ചൊന്നും വേണ്ട. നിങ്ങളുടെ ജീവിതം എല്ലാ രീതിയിലേക്കും ഇമോഷൻസും കണക്ട് ചെയ്ത് പോയിട്ടുള്ളത് തന്നെ അതിന് എന്ത് പേരിട്ട് വിളിക്കാനായിരിക്കും നിങ്ങൾക്ക് ആഗ്രഹം? ഇത് നമ്മുടെ ഇല്ല, നമ്മുടെ ആഗ്രഹങ്ങൾ പറയുന്നില്ല. എന്താ ഇതിൽ ട്രോള്? ഞാന് സിനിമയുടെ പേര് പറയും. മറ്റേ ആക്ടേഴ്സ് നമുക്ക് നിലവിലുള്ള ആക്ടേഴ്സിന്റെ പേര് പറയണം. ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് നമുക്ക് ഇഷ്ടമുള്ള പേരിടാം. സിനിമ നമ്മൾ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴേ പ്രശ്നമുള്ളൂ. ഇപ്പൊ പറഞ്ഞോട്ട് കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ അങ്ങനെ പറയരുത്. എന്തെങ്കിലും പറയരുത്. കണക്ട് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് പേര്? പെട്ടെന്ന് ചോദിക്കുമ്പോ എന്താ പറയാ, പെട്ടെന്ന് ചോദിക്കുമ്പോ കിട്ടൂല. നമ്മൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യം. അതാണ്. എന്നാൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കോ അല്ലെങ്കിൽ 2 വാക്കിലോ പറയാൻ പറ്റുന്ന ഒരു വരിയാക്കിയോ പ്രശ്നമില്ല. ഞാൻ ഒരു വേർഡ് തരാം. ഞാൻ ഒരു വേർഡ്, 2 വാക്ക് കൂടി ചേരുമ്പോ 100 ഒന്ന് പറയണം, 100 ഒന്ന് പറയണം. ജീവിതം. ഓ, ഭയങ്കര ബുദ്ധിമുട്ടിയില്ലേ അത് കിട്ടാൻ അല്ലേ? ഭയങ്കര കഷ്ടപ്പെട്ടു. ജീവിതം പറഞ്ഞു. ജീവിതത്തിന് മുമ്പോ ശേഷമോ വെച്ചോ? എന്തെങ്കിലും എന്തെങ്കിലും അല്ല, ഒരു ജീവിതമുണ്ട്. കഥയല്ലേ ഇത്? അതല്ല, ഒന്നും കിട്ടിയില്ല. ആടുജീവിതം. ആടുജീവിതം ചോദിച്ചാൽ ആരതല്ലേ ജീവൻ ചോദിക്കേണ്ടി വരും. ഓക്കെ, ജീവിതത്തിന് മുമ്പോ ശേഷം എന്തെങ്കിലും കേട്ടോ? നിങ്ങൾ പോരട്ടെ. അതില കുറെ എഴുതുന്ന ആളല്ലേ? കൊറേ ഒന്നും എഴുതൂല. ഇങ്ങനെയുള്ളത് ഇങ്ങനെ ആക്കല്ലേട്ടാ. കുത്തി അല്ല, അത്യാവശ്യം കുത്തി കുറയ്ക്കും. സാഹിത്യമൊക്കെ ഉള്ള ആളായിരുന്നു പറഞ്ഞേ അല്ലേ? അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ പൊടി തട്ടി എടുക്ക്. അല്ല, എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഇതിനെ കുളവാക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഓക്കെ, ശരിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ ആ പേര് വരട്ടെ അല്ലേ? അതെ, ഓക്കെ. അങ്ങനെ ഒരു സിനിമ പേരിട്ടു. നിങ്ങൾ 2 പേർക്ക് 2 കഥാപാത്രങ്ങളായിട്ട് ലീഡ് ചെയ്തു. ആ സിനിമയിൽ ഒരു വില്ലൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിയൽ ലൈഫിലെ വില്ലൻ ആരായിരുന്നു? റിയൽ ലൈഫ് ലെവലിൽ എൻ്റെ റിയൽ ലൈഫിൽ എനിക്ക് എൻ്റെ മദറായിരുന്നു. ഫാദർ. ഏത് സാഹചര്യത്തിൽ അതാ വില്ലൻ ആവുന്നത് എപ്പോഴാണ്? അവരുടെ ഇഷ്ടങ്ങൾക്ക് യോജിക്കാതിരുന്നോണ്ട് വേറെ അതുകൊണ്ടല്ല. അത് മാത്രമാണെങ്കിൽ പ്രശ്നമല്ല. ഓക്കെ. അത് മാത്രമല്ല, കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ഗുണ്ടകളെ വിട്ടുങ്ങാൻ എന്നെ എന്താ പറയാ, തട്ടിയെടുത്ത് വളരെടുത്തുനിന്ന് മാറ്റി കൊണ്ടുപോയിട്ട് വേറെ എവിടെയോ അടിച്ചിട്ട് എന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്രശ്നമുണ്ട്. റിലേഷൻഷിപ്പ് മാത്രമല്ല അവളുടെ കാര്യത്തിൽ, അതല്ലാതെ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് പറയാനായിട്ട്. ആണല്ലേ? അത് ഇതിന് ഇഷ്യൂസിനൊക്കെ മുമ്പ്, അതിലേക്ക് മുമ്പ് അറിയായിരുന്നോ? ഷെയർ ചെയ്തിട്ടുണ്ടോ? അല്ല, ഈ വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ? എനിക്കറിയാം. അത് നമ്മളെ കുറച്ച് ഡ്രെയിൻ ആക്കുന്ന കാര്യങ്ങൾ ആണല്ലേ? ഓക്കെ, ചോദിക്കണ്ടല്ലോ. വേണ്ട. വൈഫ് അത് ഒരു മകളോടും ഒരച്ഛനും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം പുള്ളി ചെയ്തിട്ടുണ്ട്. സംസാരിക്കാൻ, വാക്കുകളാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടാണ്, റിലേഷൻഷിപ്പായി അറിഞ്ഞതിന് ശേഷമാണ്. പക്ഷെ അത് കണക്റ്റഡ് ആണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അത് കുറച്ച് ട്രോമറ്റൈസിങ് സാധനമാണ്. റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ തന്നെ അത് വിത്ഡ്രോ ചെയ്തു. ഇവക്ക് താഴെ ഒരു സിബ്ലിംഗ് ഉള്ളതല്ലേ, പിന്നെ ഇറ്റ്സ് ഫൈൻ, ലെറ്റ് ഇറ്റ് ഗോ. ഈ പ്രണയത്തെക്കുറിച്ച് കുറേ വരികൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ പരസ്പരം നിങ്ങളുടെ പ്രണയത്തെ നിങ്ങൾ എന്ത് വാക്കുകളാൽ, എന്ത് വരികളാൽ പറയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പ്രണയം കുറച്ച് ക്രിഞ്ചാണ്. അങ്ങനെയല്ല, എന്നാലും അതിൽ ആക്ച്വലി നൂറയെ കുറിച്ച് 2 വരി പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? 2 വരി കുറച്ച് കാവ്യാത്മയായിക്കോട്ടെ, കുറച്ച് സാഹിത്യമൊക്കെ പുറത്തോട്ട് വന്നോട്ടെ. അത് കുറച്ച് നാളായിട്ട് വരുന്നില്ല. വരാറുണ്ട്. അപ്പൊ നന്നായിട്ട് സാഹിത്യം ഉപയോഗിക്കുന്ന ആളാണ് അല്ലേ? ഇല്ല, എവിടെയെങ്കിലും ഇങ്ങനെ കുത്തി കുറിക്കുക അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒന്ന് കുത്തി കുറിക്കുകയാണെങ്കിൽ നൂറയെ കുറിച്ച് എന്താ എന്തെങ്കിലും അവിടെ കേൾക്കാൻ ഓൾറെഡി 100 സെറ്റ് ആയിട്ടിരിക്കുക. ഇല്ല, എനിക്ക് പെട്ടെന്ന് ഒന്നും വരുന്നില്ല. പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ കിട്ടും. പിന്നെ 2 മണിക്കൂറാണ് ഇപ്പൊ പറയും. അല്ലെങ്കിൽ സമയം കൊടുത്ത് ശരിക്കും അങ്ങനെ ശരിക്കും കോംപ്രമൈസ് ചെയ്യാനൊക്കെ, വഴക്ക് തീർക്കാനൊക്കെ നോക്കല് അങ്ങനെയൊക്കെ ഉണ്ടോ? പാട്ടുപാടി അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് അങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്ത് നേരാകാനൊക്കെ നോക്കലുണ്ട്. പിന്നെ ഞാൻ കുറച്ച് അഭിനയിക്കും, വയ്യാത്തേക്കെ പോലെ വിഷമിച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും. മനസ്സിലായി. ഈ ചിലത് നമ്മൾ അങ്ങനെയാണെന്ന് അറിഞ്ഞാലും ചിലപ്പോൾ വിട്ടുകൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ടോ ശരിക്കും?
എങ്ങനെ ഉടായിപ്പാണെന്ന് അന്ന് അറിഞ്ഞാലും ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കലുണ്ട് എന്തെങ്കിലും പെട്ടെന്ന് എനിക്ക് മടുത്ത് കറക്റ്റ് ഇതിൽ വരും. കണ്ട നൂറയ്ക്ക് തുറന്നു പറയാനുള്ള നൂറയ്ക്ക് മടുത്തു, നൂറ് മടുത്തിട്ടും തുറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സാധനമാണ് ശരിക്കും. അതെ. സോ എങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ശരിക്കും എങ്ങനെ പോകുന്നു നിങ്ങളുടെ? ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതത്തിലൂടെ പോകുന്നു ഉണ്ട് ശരിക്കും. എന്താണ് ശരിക്കും ഇനി നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്രയും ഇഷ്ടമുള്ളവരോട് ഒരു തുറന്നു പറയാനുള്ള ഒരു കാര്യമാണെങ്കിൽ എന്തായിരിക്കും ഓഡിയൻസിനോട് പറയാനുള്ളത്? എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ബി യുവർ സെൽഫ്. അതിപ്പോൾ വേറൊരാൾക്ക് വേണ്ടി ഇപ്പോൾ അത് പാരൻസിനെ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. അതർ ദൻ ദാറ്റ് ഇപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഓക്കെ അവർക്ക് വേണ്ടി നിൽക്കാം, ഓക്കെ കോംപ്രമൈസ് ചെയ്യാം നമ്മളുടെ ലൈഫ് എന്ന് വിചാരിച്ചെങ്ങാൻ ബാക്കോട്ട് നിൽക്കരുത്. നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കണം അറ്റ് എനി കോസ്റ്റ്. അത് ഓക്കെ പാരൻസ് കുറച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി നമുക്ക് വേണ്ടി ജീവിക്കണം. കാരണം അറ്റ് ദി എൻഡ് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. അതന്നെ എനിക്കും പറയാനുള്ളത്. കാരണം പാരൻസിൻ്റെയാണ് മെയിനായിട്ട് നമ്മളെല്ലാവരും നോക്കുന്നത്. പാരൻസ് ആയിക്കോട്ടെ, സിബ്ലിങ്സ് ആയിക്കോട്ടെ. ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങിയാൽ നമ്മുടെ സിബ്ലിങ്സിൻ്റെ മാരേജ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ആകെ കൊളാവോ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരെയും ലൈഫ് ബിൽഡ് ചെയ്യും. അതിപ്പോൾ എന്ത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ നേരിട്ടേ പറ്റത്തുള്ളൂ. അതിന് പറ്റാത്ത ആൾക്കാരാണ് വേറെ ഭയങ്കര ഇതായിട്ട് പോകുന്നത്. എല്ലാവരും വിചാരിച്ച് നടക്കാവുന്ന കാര്യമുള്ളൂ. സോ നമ്മൾ ആർക്കും വേണ്ടി സാക്രിഫൈസ് ചെയ്യണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ സാക്രിഫൈസ് ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് ഇന്ന് എന്നെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണർ ഉണ്ട്. മേ ബി നാളെ എൻ്റെ പാരൻസ് മേ ബി റെഡി ആവുമായിരിക്കാം. ആ ഒരു ഹോപ്പ് ഉണ്ട്. ശരിക്കും ഇമോഷണൽ ഡാമേജ്. അതെ അതെ അതെ, അങ്ങനെയൊക്കെ ഭയങ്കര കാര്യമാക്കി പറഞ്ഞിട്ട് ശരിക്കും അങ്ങനെ ഈ മക്കൾ വരുന്ന സമയത്താണെങ്കിലും ഇപ്പം അവരാണെങ്കിലും നമ്മുടെ പാരൻസിന് അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പാരൻസിനൊക്കെ അന്വേഷിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വന്നാൽ അതെങ്ങനെ ഫേസ് ചെയ്യും? അപ്പോൾ ഗ്രാൻഡ് പാരൻസ് മക്കളാണെങ്കിൽ എനിക്ക് അതായത് നമുക്ക് മക്കളായി വരുമ്പോൾ അവരെ ഗ്രാൻഡ് പാരൻസിനെ അന്വേഷിക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മക്കളുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായിരുന്നു, ഞങ്ങൾ ഇതിലൂടെ ഒക്കെയാണ് വന്നത് എന്നൊക്കെ കംപ്ലീറ്റ് പറഞ്ഞ് മനസ്സിലാക്കും. അത് നമ്മളെന്തായാലും പറയണം. നമ്മൾ എന്തിലൂടെയൊക്കെയാ പോയത്, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നെല്ലാം നമ്മൾ മക്കളാണെങ്കിൽ നമ്മളത് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യാണ്ട് നിൽക്കാനൊന്നും പറ്റൂലല്ലോ. പക്ഷേ ഈ നമ്മൾ ഈ കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം എന്നൊക്കെ നമ്മൾ ഭയങ്കര കാര്യമായിട്ട് പറയാറുണ്ട്. അതുപോലെ ഈ കുറേ കൂടി ഇമ്പുള്ളതാക്കാൻ വേണ്ടിയിട്ട് അവരെ കൂടെ ഒരുമിച്ച് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതെന്നുള്ളൊരു തോന്നൽ എപ്പോഴും ഉണ്ടാവില്ലേ ശരിക്കും വീട്ടുകാരോ? പിന്നെ അങ്ങനെ തോന്നായികൊന്നുമില്ല. കുടുംബം ഉണ്ടെങ്കിൽ എപ്പോഴും അത് ബെറ്ററാണ്. എല്ലാരും കൂടെ ഉള്ളപ്പോൾ ഒരു സന്തോഷമല്ലേ? അത് ഭയങ്കര സന്തോഷം തന്നെയാണല്ലോ. ഇപ്പൊ ഇല്ലെങ്കിൽ ഓക്കെ, അതാണ് ഫേറ്റ്, അതാണ് ആണെന്നുള്ളത് റിയാലിറ്റി എന്നുള്ള രീതിയിലേക്ക് പോകുന്നതാണെന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഇനി വന്ന് നമ്മൾ പലപ്പോഴാണെങ്കിലും ഇതിൻ്റെ രണ്ട് വശങ്ങൾ പറയുമ്പോഴും ചിലപ്പോഴും നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു മൊമെന്റ് എന്തായാലും നിങ്ങളുടെ ലൈഫിൽ എന്തായിരുന്നു ശരിക്കും? പാരൻസ് റിലേറ്റഡോ അതല്ലാതെ നിങ്ങൾ ഒരുമിച്ചുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു ശരിക്കും? ഞങ്ങൾ കം ഔട്ട് ചെയ്തത് തന്നെയായിരുന്നു വലിയൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫേസ്. കാരണം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങളൊക്കെ എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ട് വരും. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അതാണല്ലോ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് ഓക്കെ ആവുമോ, എന്താ പറയുക, എല്ലാം സെറ്റ് ആവുമോ എന്നൊക്കെ ഉള്ള രണ്ട് പെൺകുട്ടികളാണ്. സോ നമ്മൾ സേഫ് ആയിട്ടിരിക്കണം, അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, വൺസ് ഐ കെയിം ഔട്ട് എനിക്ക് മനസ്സിലായി എൻ്റെ സേഫ്റ്റി എൻ്റെ കയ്യിലാണ്. ഞാൻ നോക്കുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ, എല്ലാം ഞാൻ നോക്കി കാണുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ. അങ്ങനെ എനിക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ കം ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ ചെന്നൈയിലായിരിക്കും. ചെന്നൈയിലെ ജോബ് നോക്കി അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ റൂമും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉണ്ട് റെന്റിന്, ഇങ്ങനത്തെ റൂമാണ്. അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, വാട്ട് ഇഫ് നമുക്ക് കുറച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ജോലി ഇല്ല എങ്കിൽ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, പട്ടിണി എടുക്കേണ്ടി വരുമോ, അങ്ങനത്തെയൊക്കെ ഒരു തോട്ടും കാര്യങ്ങളൊക്കെ മൈൻഡിലൂടെ പോയിട്ടുണ്ട്. പക്ഷെ എന്തോ ഭാഗ്യമാണോ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തൊരു നല്ലതിൻ്റെ ഇതാണോന്നൊന്നും അറിയില്ല, പഠിച്ചാൻ വേണ്ടി വെച്ചിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടൊന്നും മികച്ച ജോലി വേണം, സാമ്പത്തിക ഭദ്രത വേണം, നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അത്തരത്തിലൊരു മികച്ച ജോലി കിട്ടി അബ്രോഡ് പോകണം, പുറത്തോട്ട് ഒരാൾക്ക് പോകണം വേണ്ടി വന്നാൽ രണ്ടിടത്തായിട്ട് നിൽക്കുമോ? അങ്ങനെ അങ്ങനത്തെ ചാൻസ് വന്നാൽ, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ അങ്ങനെ ചെയ്യും, അതിന് പ്രശ്നം. പക്ഷെ ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, സെപ്പറേഷൻ ആങ്സൈറ്റി നല്ലോണം ഉണ്ട് കേട്ടോ. ആർക്ക് രണ്ടുപേരും ഈ പ്രസൻസ് വേണം എന്നുള്ള ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളത് ശരിക്കും ആഗ്രഹമല്ല, ആവശ്യകത ആണ്. ഞാൻ കുറച്ച് ഡിപ്പെൻഡൻ്റ് ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ്.
പക്ഷെ ഞാനും ആണ് കേട്ടോ, ഞാനാണ് അല്ലാന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാനങ്ങനെ കുറച്ചെങ്കിലും പറഞ്ഞില്ല എങ്ങനെയാ. അല്ല സീരിയസ്ലി ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഞാനും ആണ് ഇതാണ്. പക്ഷെ ഞാൻ കുറച്ച് ഓവറാണ്, ഇവള് കുറച്ച് ഓവറാണ്, പക്ഷെ ഞാനും ആണ്. ശരിക്കും നിങ്ങൾ കാണാതിരിക്കുന്ന സമയമുണ്ടോ ഏതെങ്കിലും സിറ്റുവേഷൻസ്? വർക്ക് വരുമ്പോ നമ്മൾ കാണാണ്ടിരിക്കലും വർക്ക് ചെയ്യുന്നത് പ്രോബ്ലം അല്ലേ? വേറെ വേറെ പ്രൊജക്റ്റ് ആണ്. ഇപ്പൊ ഒരാൾക്ക് ഓഫും ഒരാൾക്ക് ചിലപ്പോൾ പോകേണ്ടി വരാം, ഒരാൾക്ക് വർക്ക് ഫ്രം ഹോം ആവാം, അങ്ങനെയൊക്കെ ശരിക്കും കാണാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് സംഭവം വരും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നാലും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ അങ്ങനെ തുടർന്ന് പോകാൻ അങ്ങനെ പോകേണ്ട എന്തെങ്കിലും ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് വരുവാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും. അത്ര ബെറ്റർ ആണെങ്കിൽ ആണെങ്കിൽ മാത്രം എന്നുള്ള രീതിയിലേക്ക് വിട്ടുപോകുന്നുള്ളൊരു സാധനം. വിട്ടുപോകല്ല, അങ്ങനല്ല. സ്ഥലങ്ങൾ മാറുന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചത്. ശരിക്കും അതല്ലാതെ ശരിക്കും നിങ്ങൾ ഒരുമിച്ചുള്ള ശരിക്കും ഒരു മാരീഡ് ലൈഫിൽ എങ്ങനെ പോകുന്നു എന്നുള്ളത്, ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള പാരൻസിൻ്റെ കുറേ അല്ലേ ജീവിതങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾ കൊച്ചിലെ എന്നുള്ളത്. നിങ്ങൾ ശരിക്കും പോകുന്നത് ശരിക്കും അത്തരത്തിൽ തന്നെയാണോ? ഐ മീൻ അങ്ങനെയാണോ ദിനചര്യയും കാര്യങ്ങളും? അല്ല, നമ്മളത് കണ്ടുവരുമ്പോൾ എല്ലാതും ഡ്യൂട്ടീസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, വാപ്പയാണെങ്കിൽ ഇങ്ങനെ, ഉമ്മയാണെങ്കിൽ ഇങ്ങനെ, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അത് നോക്കുമ്പോൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട്, രണ്ടുപേരും ജോലികൾ ചെയ്യുന്നുണ്ട്, എല്ലാതും രണ്ടുപേരും ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഇല്ല. ചില സമയം എനിക്ക് വയ്യെങ്കിൽ അവള് എന്തെങ്കിലും ചെയ്യാൻ പറയും, പക്ഷെ ഞാൻ അങ്ങനെ ഇരിക്കും. ലാസ്റ്റ് പറയുമ്പോഴായിരിക്കും ചെയ്യുന്നത്. ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ്, എനിക്ക് ഭയങ്കര അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ ചെയ്യണം എന്നുള്ള സാധനം ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാ. ഉണ്ട്. കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും പൊതുവെ ശരിക്കും ചെയ്യും, ഞാനും ചെയ്യും, ഇവളും ചെയ്യും, പക്ഷെ നല്ലതാവുക ഇവക്കാണ്. കുറച്ച് കൂടുതൽ കൈപുണ്യമുണ്ട്. അതങ്ങനെയല്ല, നേരെ തിരിച്ചാ. നന്നായി ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഉണ്ടാക്കിക്കോളൂല്ലോ, നമ്മൾ കഴിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് അങ്ങനെയായിരുന്നോ? കുടുംബകലഹം മറ്റേല് പഞ്ചാബ് ഹൗസിലോ ഇതിൽ ആരും നന്നായിട്ട് ഞാനാ പിന്നെ ചെയ്യിപ്പിക്കാൻ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ഉണ്ടാക്കൊന്നുമില്ലായിരുന്നു. ഇവള് പിന്നെ ഉമ്മ നാട്ടിലാക്കി, സിബ്ലിങ്സ് കുറെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഞാൻ തീരെ കിച്ചണും കയറാത്ത ഒരാളായിരുന്നു, പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. സത്യം അല്ല, ഇപ്പൊ ഇവള് കേറും. ഞാൻ എപ്പോഴും കിച്ചണിൽ കേറൊന്നുമില്ല, ഇപ്പൊ ഇവള് കേറിയ മതിയാവുള്ളൂ. നിർബന്ധം എന്നുള്ളൊരു സാധനം കയറാൻ എനിക്ക് കുറച്ച് മടിയാണ്. ഇവള് കേറും. കൈപ്പുണ്യല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചാൽ മതിയല്ലോ, നിറഞ്ഞാൽ മതി എന്നുള്ള സാധനം. വേറെ ശരിക്കും എന്നുള്ള രീതിയിലേക്ക് ഇപ്പം പുറത്ത് പോകണം, ശരിക്കും കുറെ കൂടി നിങ്ങൾ ഒരുമിച്ചുള്ളൊരു സമയം ഏറ്റവും ഹാപ്പിനെസ് അല്ലെങ്കിൽ ഏറ്റവും കുറെ കൂടി നിങ്ങൾ ത്രില്ല് ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താ ശരിക്കും? ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നത്. അത് ഭയങ്കര ഇതാണ്. കാരണം നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ലീവ് എല്ലാം എടുത്തിട്ടായിരിക്കും. ലൈക്ക് ഇപ്പോൾ ഇവളുടെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞങ്ങളൊരു 5 ദിവസം ഫുള്ള് 2 വീലറിൽ കറങ്ങിയായിരുന്നു. മൂന്നാർ, തേക്കടി, അങ്ങനെ കുറച്ച് റിസോർട്ടും കാര്യങ്ങളും. അത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പഠിച്ചതൊക്കെ പുറത്തുമാണ്. 3 വർഷം ഡിഗ്രിക്ക് വന്ന് അതിനുശേഷം പിന്നെ റിലേഷൻഷിപ്പിന്റെ പ്രശ്നമായി, അങ്ങനെയായി. നമ്മളങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യും, ഒറ്റക്ക് പോയിട്ട് അങ്ങനത്തെ ഒന്നൊന്നുമില്ല. ഇത് നമ്മൾ ജസ്റ്റ് റേഞ്ച് ഇല്ലാത്തടത്ത് ഓഫ്ലൈൻ മാപ്പൊക്കെ ഇട്ട് അങ്ങനെ ലൊക്കേഷനൊക്കെ നോക്കി, മഴ പെയ്യുന്നിടക്ക് റെയിൻ കോട്ട് ഇട്ട് നല്ല സ്പോട്ട് കാണുമ്പോൾ നിർത്തും. അങ്ങനെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. യാത്ര ഒക്കെ ആ ഒരു മൂഡിലാണ്. കൂട്ടത്തിൽ കുറച്ചുകൂടി റൊമാൻറ്റിക് ഭയങ്കര റൊമാൻറ്റിസൈസിങ് അല്ലേ? ഭയങ്കരമായിട്ട് ഇമാജിൻ ചെയ്യുന്ന പരിപാടികളും അത് വെക്കട്ടെ നല്ല ഉണ്ട്. അത്തരം ഫാന്റസികൾ ഇപ്പൊ എന്തെങ്കിലും തരത്തിൽ നമ്മൾ അങ്ങനെ ഇമാജിൻ നഷ്ടബോധമുണ്ടോ? എന്തെങ്കിലും നഷ്ടബോധമില്ല. ഇല്ല. നഷ്ടബോധമോ ഒരു രീതിയിലേക്ക് അത് റിഗ്രറ്റ് ചെയ്യേണ്ട രീതിയിലേക്കുള്ള സിറ്റുവേഷൻസോ? റിഗ്രറ്റ് എനിക്കത് നോർമലി വരാറില്ല. ഓക്കെ, ഞാൻ ചെയ്തതിൻ്റെ ആണ് ഇങ്ങനെ, ദാറ്റ്സ് ഫൈൻ. അല്ലാതെ നമ്മൾ റിഗ്രറ്റ് ചെയ്തിരിക്കുന്നത് എന്നെ പ്രശ്നമാക്കുന്ന ഒരു പ്രശ്നമാണ് റിഗ്രറ്റ്. എനിക്ക് അങ്ങനെ റിഗ്രറ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടില്ല. ലൈക്ക് ഒരു കാര്യമാണെങ്കിൽ ഓക്കെ, ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്, അതിനെ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അതിനോട് പോവുക. അല്ലെങ്കിൽ അത് എനിക്ക് ചില കാര്യങ്ങൾ അങ്ങനെ റീതിങ്ക് ചെയ്യുമല്ലോ നമ്മൾ ലൈഫിൽ ഡിസിഷൻസ്, അങ്ങനെ തിങ്ക് ചെയ്യുമല്ലോ, അത് വേണ്ടായിരുന്നു, അങ്ങനെ തോന്നിയിട്ടില്ല. ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്ന നിങ്ങളുടെ ഒരു സ്റ്റോറി ശരിക്കും സിനിമയായിട്ട് വരുമ്പോൾ ശരിക്കും അതിൽ ഒന്നിൽ കൂടുതൽ കഥകളുണ്ടായിരിക്കും തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സംസാരിച്ച് കുറേ കഥകളിൽ നിന്ന് ഒന്നിലും തുടങ്ങി വേറെ വേറെ കുറേ കഥകളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേയേറെ പേര് കണ്ടതും കേട്ടതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങളിലേക്ക് പിന്നിലൊളിഞ്ഞിരിക്കുന്ന കുറേ വിശേഷങ്ങളുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? സോ എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇമാജിൻ ചെയ്തൊരു ഡ്രീം, കണ്ടൊരു ലൈഫ്, സോ അത് തുടർന്നും സംഭവിക്കട്ടെ, ഇഷ്ടങ്ങൾ തുറന്നു പോകട്ടെ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്. Inji, my meal partner.